ധ്യാനത്തിന് വേണ്ടി വായിക്കേണ്ടത് സുവിശേഷം 23-ാം അധ്യായം 37 മുതൽ 24-2 വരെ ഉള്ള വേദഭാഗങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത അധ്യായം 2-ാമത്തെ വാക്യം വരെ വായിക്കണം. അപ്പോൾ 37 മുതൽ വായിക്കാം. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവൻ ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിലെ ഒരു വായിക്കാം. ദൂതൻ തിരികല്ലോളം വലുതായ കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. വിശുദ്ധ തിരുവെഴുത്ത് എസ്കറ്റോളജി അഥവാ തിങ്സ് കം, വരുവാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ തിങ്സ് റിലേറ്റഡ് ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ പുനരാഗമനത്തെയും അനുവന്തര സംഭവങ്ങളെയും കുറിച്ച് പറയുമ്പോൾ വിസ്മരിക്കാനാവാത്ത 2 നഗരങ്ങളുണ്ട്. ഒന്നാണ് ബാബിലോൺ, ഒന്നാണ് ജെറുസലേം. കാരണം ഇത് രണ്ടും സിംബോളിക്കലി പറയുന്നുണ്ട്, ലിറ്ററലി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിലും ആത്മീയാർത്ഥത്തിലും പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ യെരുശലേം എന്നൊരു നഗരമുണ്ട്. അത് ഈ ഭൂമിയിൽ തന്നെയാണ്. അത് നമ്മുടെ ഇന്നത്തെ ഇസ്രയേലിൻ്റെ ഭാഗമാണ്. അവിടം കേന്ദ്രീകരിച്ച് ദൈവിക പ്രവചനങ്ങളുടെ ഒരു തലം നിലനിൽക്കുന്നു. അതേസമയത്ത് അക്ഷരാർത്ഥത്തിലൊരു ബാബിലോണുണ്ട്. ഈ ബാബിലോൺ ഇന്ന് നമ്മൾ ഇറാഖ് എന്ന് വിളിക്കുന്ന ഭൂപ്രദേശത്ത് ആ മേഖലയെ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നു. ഇനി ഇവയ്ക്ക് രണ്ടിനും ഒരു ആത്മീയമായ ഒരു തലമുണ്ട്. ഒരു പുതിയ യെരുശലേം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു നഗരം. ഇനി ഈ ബാബിലോൺ എന്നതും വരാനിരിക്കുന്നതും നാശഗ്രസ്തമാകുന്നതുമായ ഒരു നഗരമായി രേഖപ്പെടുന്നു. ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ 2 നഗരങ്ങളും ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിലും ഇത് രണ്ടുമുണ്ട്. ഈ 2 നഗരങ്ങളെക്കുറിച്ച് പഠിക്കാതെ ഒരാൾക്ക് സത്യത്തിൽ ബൈബിൾ പഠിക്കാൻ പറ്റില്ല. ഈ 2 നഗരങ്ങളെ ആഴത്തിൽ എത്ര പഠിക്കുന്നോ അതിലാണ് ബൈബിൾ ചരിത്രം പുരോഗമിക്കുന്നത്. ആരംഭിക്കുന്ന അവിടെയാണ്, ഡെവലപ്പ് ചെയ്യുന്ന അവിടെയാണ്, വികാസം പ്രാപിക്കുന്ന അവിടെയാണ്, ഒടുക്കം അതിൻ്റെ നിത്യത വരെ നടക്കുന്ന 2 സ്ഥലനാമങ്ങളാണ് ഇത് രണ്ടും. ഇനി ഇത് മാറ്റി തൊട്ടടുത്ത കലാലയത്തിൽ ഒരാൾ ഒരു കോളേജിൽ ചരിത്രം ഐച്ഛിക വിഷയമായി പഠിക്കണമെങ്കിൽ അയാളും പഠിക്കേണ്ട ആദ്യത്തെ കാര്യം ബാബിലോൺ. യെരുശലേം അവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചരിത്രത്തിൽ വളരെ ഗൗരവമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ കോർത്തിണക്കി വേണം നമുക്കിനിയുള്ള കാര്യങ്ങൾ പറയാൻ. ഇതൊരു ബൈബിൾ ക്ലാസ്സാണ് എന്നതുകൊണ്ട് ഏകാഗ്രതയും ശ്രദ്ധയും നല്ലതുപോലെ വേണം. മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന നമ്മെ കൂടാതെ ഓൺലൈനിൽ ആളുകൾ കാണുന്നു. കമൻ്റൊക്കെ ചീത്തയൊക്കെ വരുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. തെരുവിൽ നിന്ന് കല്ലെറിയുന്നതാണ് ഇപ്പോൾ ഈ കമൻ്റെന്ന് പറയുന്നത്. അതിൽ പുകഴ്ത്തിയാലും അതിൻ്റെ പുറകെ പോകല്. എത്രയേ പറയാവുള്ളൂ. തെറി പറഞ്ഞാലും അനങ്ങരുത്, അങ്ങ് വിട്ടേക്കണം അല്ലേ? സ്തോത്രം. കാണുന്ന സഹോദരങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ വായിച്ചത് ആദ്യം
യെരുസലേമിനെ കുറിച്ചുള്ള ഒരു അക്ഷരീയ പ്രവചനമാണ്. രണ്ടാമത് വായിച്ചത് വെളിപ്പാടിലെ വചനമാണ്. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഇത് തിരിച്ചിട്ട് നമുക്ക് വെളിപ്പാടിൽ നിന്ന് തുടങ്ങണം. കാരണം വെളിപ്പാട് 18:21 നമ്മൾ കണ്ടത്, മത്തായി 22:23 30 കണ്ടത് യെരുസലേമിനൊരു നാശം വരുന്നു. അതാണ് കണ്ടത്. അതൊക്കെ സംഭവിച്ചതുമാണ്. അതിൻ്റെ നിറവിൽ വേറെ ചില കാര്യങ്ങളുണ്ട്, അതുകൂടി പറയാനുണ്ട്. അവിടേക്ക് ഒരുപക്ഷെ നാളെ നമുക്കെത്താം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ബാബിലോൺ എന്ന ഒരു സ്ഥലത്താണ്. ഇത് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ട്. അഭിപ്രായ ഭിന്നത ഒരു ഘടകമല്ല. വിശേഷിച്ച് ദൈവമക്കളായ നമുക്ക് ഈ പ്രവചന വിഷയങ്ങൾ പറയുമ്പം പല അഭിപ്രായം വന്നു. നമ്മുടെ ആദരനായ ഗേബ്ര സാറും ടി സാമുൽ സാറും ഒറ്റ മാസികയിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണന എഴുതുന്നത്, സിയോൻ കാഹളത്തിൽ. അത് ഉയർന്ന ചിന്തയുള്ളവർക്കേ അത് പറ്റുള്ളൂ. ഒരാൾ മാസം എഴുതും, അതിന് കണ്ണനം സാമുൽ സാർ എഴുതും, അടുത്ത തവണ തിരിച്ച് ഗേബ്ര സാർ എഴുതും. അതൊക്കെ ജനാധിപത്യത്തിൻ്റെയും മര്യാദയുടെയും വലിയ മൂല്യങ്ങളാണ്. അവർക്ക് പിണക്കമൊന്നുമില്ല കണ്ടാലും. ഞാൻ പലപ്പോഴും അമ്പലന്ന് പോയിട്ടുണ്ട്. ഈ ടി സാമുൽ സാറ് ഈ സാധാരണഗതിയിൽ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആളുകൾ, സ്വയം പഠിക്കുന്ന ആളുകൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. പക്ഷേ അതൊന്നും ഇല്ലാതെ ഒരു വലിയ സ്കോളറാണ് അദ്ദേഹം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയൊരു ഒറ്റ പുസ്തകം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്കാൻ പാകത്തിനുള്ള പുസ്തകമാണ്. ബ്രദറൻ സഭകൾക്കൊന്നും മറുപടി പറയാനാവാത്ത വിധം വളരെ ഗഹനമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. കേവള സാറിൻ്റെ ജ്ഞാനത്തെപ്പറ്റി ഞാൻ പറയേണ്ടതില്ല. ഇവർക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വേറൊന്ന്, ആദിമകാല പിതാക്കന്മാർ ഈ 666 പറ്റിയൊക്കെ പറഞ്ഞത് അത് വരും നമ്മുടെ ഈ എന്താ പറയുക കോളറിൻ്റെ ഭാഗത്തോ ഒക്കെ എഴുതുമെന്നായിരുന്നു. അവരുടെ കുറ്റമല്ലത്. അന്ന് സാങ്കേതിക വിദ്യയും അവരുടെ നിലവിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്രേ ചെന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവർ മോശമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഇവർക്ക് ആർക്കും തെറ്റിയിട്ടില്ല. എൻ്റെ ആ ത്രെഡ് കറക്റ്റാണ്. ഈ മജ്ജയും മാംസമൊക്കെ വരുമ്പം ഒരല്പം പ്രയാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അത് ഗൗരവത്തിലെടുത്ത് പിണങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പരമാവധി തെളിവ് തരാൻ ഞാൻ ശ്രമിക്കാം. അബദ്ധം പറ്റിയെങ്കിൽ പറയുകയും ചെയ്യണം. ഇന്ന് രാവിലെ ഒരു സാറ്, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം എൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ തെറ്റുകൾ അതിലുണ്ടെന്ന് തോന്നുന്നു, തിരുത്തണമെന്ന് പറഞ്ഞു. തിരുത്താം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ അത് പറയാൻ മടിക്കണ്ട. പക്ഷേ ഈ പാർലമെൻറ്റ് പോലെ പറയില്ല, നമുക്ക് അലമ്പായി പോകും. നിയമ പോലെ ആകരുത്, ഇതെല്ലാം കഴിഞ്ഞിട്ട്. അതാണ് വേണ്ടത്. സന്തോഷമല്ലേ? ആ ഉണ്ടോ? സൗകര്യമാരെ തിരുത്താമെന്ന് പറഞ്ഞ് കൈ പൊക്കി. നന്നായി, ആശ്വാസമായി. സ്തോത്രം. നമുക്ക് ഈ ബാബിലോൺ എന്ന ഒരു വിഷയത്തിൽ വരാം. 18:21 പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ. 18 അത് ഈ വാക്യം ഇങ്ങനെയാണ്: അനന്തര ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് കടലിൽ എറിഞ്ഞു. ഇങ്ങനെ ബാബിലോൺ നഗരം, ഒരു ആട്ടുകല്ല്, ഒരു ധാന്യം പൊടിക്കുന്ന കല്ല് കടലിലിടുന്നത് പോലെ നിന്നെ നശിപ്പിക്കും. പിന്നെ വായിക്കാം. നിന്റെ നാട്ടിൽ നിന്ന് വൈണികന്മാർ, എന്താ വൈണികന്മാർ എന്ന് പറയുന്നത്? കണ്ടോ, ചില മലയാളം വലിയ കട്ടിയല്ലേ? അല്ലല്ല, അത് വാണിഭക്കാരാണ്. വൈണികൻ വീണ മിട്ടുന്ന ആൾ. ഓക്കെ. വൈണികന്മാർ, വാദ്യക്കാർ, കുടലൂത്തുകാർ, പിന്നെ ഇത്ര പേരെ ചേർത്ത് പറയാം കല, സംഗീതം. അപ്പം സംഗീതം, കല ഇത്യാദി കാര്യങ്ങൾ ഈ നഗരത്തിൽ നിന്ന് പോകും, അവിടെ നശിക്കും. അപ്പം കലയ്ക്കും മനുഷ്യജീവിതത്തിന് ആനന്ദം പകരുന്ന പരിപാടികളും അവിടെ നിന്ന് പോകും. എന്തോ കൗശലപ്പണി? തൊഴിലുറപ്പല്ലേ? നമ്മൾ രാവിലെ കണ്ട സ്ഥലത്ത് തന്നെ വൈകിട്ട് ഒരു നിപ്പുണ്ടല്ലേ?
മലയാളത്തിൽ ഇതാരാ ഈ പരിഭാഷ ഉണ്ടാക്കിയെന്നൊരു പിടിയില്ല അല്ലേ. കൗശലപ്പണി ശരിക്കുള്ളത് എൻജിനീയേഴ്സ്, ആർക്കിടെക്ചേഴ്സൊക്കെ ചെയ്യുന്ന ശില്പികളുടെ ശില്പമല്ല ശരിക്കും അത്, നിർമ്മാണ കല. ഈ നഗരത്തിൽ മുതൽ മുടക്കി അമ്പരചുംബികളെ അടുത്തുയർത്താൻ വലിയ നല്ല ബുദ്ധിമാന്മാരായ ആളുകളെ, എൻജിനീയേഴ്സിനെ പണ്ട് വളരെ ഡിമാൻഡോട് അംഗീകരിച്ച ഈ നഗരത്തിൽ നിന്ന് അവർ നിഷ്കാസിതരാകും, ആരെ വേണ്ടാതെ വരും. പിന്നെ ഈ നഗരത്തിൽ നിന്ന് വ്യവസായശാലകൾ, യന്ത്രവൽകൃതങ്ങളായ അത്തരം സംഭവങ്ങൾ അടച്ചുപൂട്ടിയിട്ട് ഇരമ്പുന്ന, സദാ ഇരമ്പിക്കൊണ്ടിരുന്ന യന്ത്രങ്ങൾ നിശ്ചലമാകും. തിരികല്ലിൻ്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കില്ല. പിന്നെ ഇത് ഇരുട്ടിൽ അമർന്നിട്ട് വൈദ്യുതി ഇല്ലാതായിട്ട് എനർജി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ നഗരം ഇരുട്ടിലമരും, വിളക്കിൻ്റെ വെളിച്ചം ഇനി നിന്നിൽ കാണത്തില്ല. ഈ നഗരത്തിൽ നിന്ന് ടൂറിസം അപ്രത്യക്ഷമായിട്ട് വളരെ താല്പര്യത്തോടെ ഇവിടെ കാണാൻ പോയ ആളുകൾ, ഹണിമൂൺ ട്രിപ്പുകൾ, മണവാളനും മണവാട്ടിയും ഒക്കെ ഇവിടെ കാണാൻ പോയിരുന്നു പണ്ട്. അത്ര പ്രാധാന്യമുള്ള മഹാനഗരമായിരുന്നു, അത് നിശ്ചലമാകും, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ കച്ചവടം ചെയ്തവർ സാധാരണ മനുഷ്യരല്ല, ഭൂമിയിലെ മഹത്തുക്കൾ, MNCകളാണ്, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ. അദാനിയെപ്പോലെ, അംബാനിയെപ്പോലെ, പാലൂണിനെ പോലെ, അസിം പ്രേംജിയെപ്പോലെ ഒക്കെ ഉള്ള വലിയ വലിയ ആളുകൾ മുതൽ മുടക്കി കച്ചവടം ചെയ്ത സ്ഥലമാണ്. വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായി. പിന്നെ മഹാനഗരമായ ബാബിലോണെ ലോകം നിന്നെയാണ് മാതൃകയാക്കിയത്. വികസനമെന്ന് പറഞ്ഞാൽ ഇതുപോലിരിക്കണം, ഒരു നഗരത്തിൻ്റെ പ്ലാനിങ് ഇതുപോലിരിക്കണം, ഒരു നഗരം അവിടുത്തെ സമ്പദ് വ്യവസ്ഥ ഇതുപോലിരിക്കണം, സ്വാതന്ത്ര്യം ഇതുപോലിരിക്കണം എന്ന് നിന്നെ മാതൃകയാക്കി ആകർഷണീയമായ ഈ പട്ടണത്തിൻ്റെ രീതികൾ കൊണ്ട് ലോകം വശീകരിക്കപ്പെട്ടു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ലോകത്ത് ഇന്നുവരെ ഉടലെടുത്ത എല്ലാ തർക്കങ്ങളും കൊലപാതകങ്ങളും നിഷ്ഠൂര പ്രവൃത്തികളുടെയും ആ റൂട്ട് കോസ് തേടിച്ചെന്നാൽ നീയായിരുന്നു അതിൻ്റെ ഉത്തരവാദി. അതുകൊണ്ട് നിന്നെ കടലിലെറിഞ്ഞ് കളയും. ന്യായവിധിയാണ്. ഇന്ന് ഈ പട്ടണത്തോടുള്ള ദൈവത്തിൻ്റെ വിരോധമെന്ന് പ്രവാചകൻ എന്തുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കും. ബൈബിളിൻ്റെ ഇതര ഭാഗങ്ങളിലും കട്ടിക്കാണ് ഇവരെ അഭിസംബോധന ചെയ്യുന്നത്. നമുക്കറിയാം, യെശയ്യാവ് ഈ നഗരത്തെപ്പറ്റി പറയുന്നത് കുറെ കൂടെ കട്ടി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും അശുദ്ധാത്മാക്കളുടെ തടവറയുമായ ബാബിലോൺ. ഈ നഗരത്തിൽ ദുർഭൂതങ്ങളുണ്ട്, അശുദ്ധാത്മാക്കളുണ്ട്. ഈ നഗരത്തെ കൽദയർ പ്രശംസിച്ചിരുന്നു, മാന്ത്രികന്മാർ ഇഷ്ടപ്പെട്ടിരുന്നു. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഒരല്പം ഗൗരവമുള്ളൊരു പദം ഉപയോഗിച്ച് പരിഹസിക്കുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ഇതൊന്നും ഒരു സുഖമില്ല ഈ പട്ടണത്തെ പറ്റി പറയുന്നത്. നമുക്ക് ഇതിൻ്റെ റീസൺസ് ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് വേണം പഠിക്കാൻ. 1.5 മണിക്കൂർ അത് വേണം. പക്ഷെ നമ്മളത് വളരെ ലളിതമായിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഒരാളൊരിക്കൽ പ്രപഞ്ചം എന്ന് പറഞ്ഞപ്പോൾ കേട്ട ആൾ പറഞ്ഞതൊന്ന് ലളിതമാക്കി പറ. അന്നേരം അദ്ദേഹം പറഞ്ഞു ബ്രഹ്മാണ്ഡ കടാഹമെന്ന്. നമ്മളൊന്ന് ലളിതമാക്കാനാണ് നോക്കുന്നത് കേട്ടോ. ഇവിടെ 2 സഹോദരിമാരുണ്ടായിരുന്നല്ലേ, കാണണം. ഇവരെ മൈൻഡ് ചെയ്തില്ലേ, നമ്മൾ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവളുമാരായിരിക്കും വലിയ പുള്ളികൾ അവിടെ. ഞാൻ ഇപ്പോഴേ ഒരു അഡ്വാൻസ് എടുത്തിട്ടിരിക്കുക. കേൾക്കുന്നുണ്ടോ? പഠിച്ചുകൊണ്ടിരിക്കണം. മോൾ കാത്തിരിക്കുന്നത് ഇച്ചിരി അവിടെ ഇരിക്കുക, അങ്കിളിന് കാണണം. അവിടെ ഇരുന്നോ, ഇച്ചിരി നീങ്ങിയിരുന്നു. ഈ കുഞ്ഞുങ്ങളെ പിണക്കരുത്, ആകെ പ്രശ്നമാണ്.
പല മാതാപിതാക്കൾക്കും അറിയാത്തൊരു കാര്യമാണ്. കുഞ്ഞിനെ കോപിപ്പിക്കരുന്നൊരു വചനമുണ്ട്. നമ്മൾ ഈ അനുസരിക്കുന്ന പറഞ്ഞത് താടി തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. അത് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. മുതിർന്നവരിപ്പോൾ കോപിച്ചാലും വലിയ പ്രശ്നമില്ല, ഇവരെ ഇടഞ്ഞ കളി മാറും. പോട്ടെ, സ്തോത്രം. അപ്പോൾ ഈ ബാബിലോണിലേക്ക് ഒന്ന് വരാം. പല പേരുകളുണ്ട് ഈ നഗരത്തിൽ. ബാബിലോൺ, ബാബിലോണിയ, അതൊരുപോലെ ഇരിക്കുന്ന പേര്. സത്യത്തിൽ ഈ ട്രാൻസ്ലേഷൻ അതുകൊണ്ട് വരുന്ന മാറ്റമാണ്, അല്ല വലിയ വ്യത്യാസം അതിലില്ല. എന്നാൽ പഴയ നിയമം പറയുന്ന പേര് ശിനാർ ദേശം എന്നാണ്. ദ ലാൻഡ് ഓഫ് ഷിനാർ, ഷിനാർ ദേശം. ഷിനാർ ദേശം എന്ന് പേരുണ്ട്. അടുത്തത് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ കാണുന്ന ഒരു പേര് ഈ സ്ഥലത്തിന് മെസപ്പൊട്ടേമിയ എന്നാണ്. മെസപ്പൊട്ടേമിയ. ഈ മെസപ്പൊട്ടേമിയ എന്ന പേരിൽ നിന്ന് തുടങ്ങാം. പഴയ നിയമത്തിലുണ്ട് അപൂർവമായിട്ട്. ഷിനാർ ദേശം അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയ എന്ന പദം ഒരു ഗ്രീക്ക് ശബ്ദമാണ്, 2 ഗ്രീക്ക് ശബ്ദമാണ്. ഇത് വിളിച്ചത്, ഈ സ്ഥലത്തിന് ഈ പേരിട്ടത് ചരിത്രകാരനായ ഹെറോഡോട്ടസാണ്. ദ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹെറോഡോട്ടസാണ്. ഈ ഹെറോഡോട്ടസാണ് നമുക്ക് ഇന്ത്യക്ക് ഇൻഡസ് എന്ന് പേരിട്ടത്. ഇൻഡസ്, ആ ഇൻഡസ് അയോട്ട എന്നൊരു പദത്തിൽ കാണാം ഗ്രീക്കിലെ. ഇത് ഇന്ത്യയിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ വാറൻ ഹേസ്റ്റിങ്സിന് ഉച്ചരിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ നോക്കി പറ്റുന്നില്ല. അതിന് അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യ എന്ന് എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം നമ്മൾ വിളിച്ചത് ജണ്ടൂസ് എന്നായിരുന്നു. വാറൻ ഹേസ്റ്റിങ്സേ ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ ഇന്ത്യക്കാരെ എങ്ങനെ വിളിച്ചേ? ജണ്ടൂസ്. മലയാളീകരിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഓർത്തപ്പോൾ പറഞ്ഞ. അപ്പോൾ ഇതാരാണ്? ഹെറോഡോട്ടസിനെ മനസ്സിലായല്ലേ അല്ലേ? വിഷയം വിട്ടു പോകുന്നല്ല, ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഒരല്പം മാറിപ്പോകുന്നത്. മുഷിയരുത് അതിനാ, കുഴപ്പമില്ലൊക്കെ. അതോ ഇത് നമുക്കൊരു ഉണർവ് യോഗമായിട്ട് പറയണോ? പ്രിയമുള്ളവരെ, വാറൻ ഹേസ്റ്റിങ്സിൻ്റെതായ ജീവിതത്തിൽ അദ്ദേഹം നമ്മളെ ഇങ്ങനെ വിളിക്കുവാൻ ഇടയായി തീർന്നതായിട്ടുള്ളതായ, ഞാനങ്ങനെ കൺവെൻഷൻ പ്രസംഗിക്കുന്നത് അങ്ങനെ വേണോ? ക്ലാസ് മതി. നമ്മളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ അല്ലേ? ഈ ക്ലാസ്സും പ്രസംഗമല്ല, ഈ ടോണയിലാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ശബ്ദത്തിലാണ്. ഈ ക്രൂശീകരണമൊക്കെ തന്നെ വരുമ്പോൾ കർത്തൃമേശയൊക്കെ വെച്ചിട്ട് ദേവാസ്വർ അന്നേരം കരയുന്ന പോലൊരു ടോണ് കേട്ടിട്ടില്ലേ? അതൊരു ടോണാണ്, ഗൗരവത്തിലൊന്നും എടുക്കണ്ട. നമ്മുടെ കർത്താവിനെ അടിച്ചു, അതൊരു ശബ്ദത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പങ്കപ്പാടുകൾ സഹിച്ച് ആ വൈബ്രേഷനൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യണോ? അത് ക്ലാസ്സാന്ന് പറഞ്ഞുകൊണ്ടോ, അല്ല ഞാൻ ആ വൈബ്രേഷനൊക്കെ കറക്റ്റ് ഇട്ടത് ചെയ്യാനാണ് വന്നത്. എനിക്കറിയാം അതെവിടെ ഇടേണ്ടതെന്ന്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള സ്ഥലം. ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ്, പ്ലേസ് ബിറ്റ്വീൻ 2 റിവേഴ്സ്. 2 നദികൾക്കിടയിലുള്ള സ്ഥലം. ഈ 2 നദികളെന്ന് പറയാം. ഇന്നത്തെ റഷ്യയുടെ അതിർത്തി പ്രദേശത്ത് അർമീനിയയിലെ വാൻ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 2300 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു നദി പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കും. ഇതിൻ്റെ പേര് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് ഈ കടലിൽ പതിക്കുന്ന അഴിമുഖം പതനസ്ഥാനത്തിന് 45 മൈൽ പിന്നിൽ വെച്ച് മറ്റൊരു നദി അതോട് ചേരും. അത് ഉത്ഭവിക്കുന്നത് പെട്ടകം മുളച്ചു എന്ന് കരുതുന്ന, കുഞ്ഞെന്തോ പറഞ്ഞു, ഇവിടെ നദി ഒഴുകുക, പ്രളയമാ, കേട്ടിരിക്കുക. മനസ്സിലായോ? അനുഭവിക്കുന്നറിയില്ല. പാകിസ്ഥാനിൽ പോയി ചോദിക്കുക പ്രളയത്തിൻ്റെ സുഖം എന്തോന്ന്. ഓട്ടെ, ശ്രദ്ധിച്ചിരി. എനിക്കൊന്നാമത് പേടിയായി. ഈ ആലോചനയൊക്കെ വരുമ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നമുള്ള ഒരാളാണ്. അതാ ഞാൻ ഇങ്ങനെ നോക്കി എവിടുന്നാ പ്രശ്നം വരുന്നത് നോക്കി നിൽക്കുക. കുഴപ്പമില്ല. ഞാൻ ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി ഈ വിക്രമം വരുന്ന പോലെ ബാലരമേലെ
എന്തോ വിഷയമായിട്ടാണ്, കുഴപ്പമില്ല. ഞാൻ രക്തത്തിൽ ശക്തിപ്പെട്ടിരിക്കുക, ഒന്നും സംസാരിക്കില്ല. നീ അങ്ങനൊരു ദുർബലനായ മനുഷ്യനാണ്, പേടി വരും. അപ്പോൾ ശ്രദ്ധിച്ചു, പെട്ടകമുറച്ചു എന്ന് കരുതുന്ന അരാരത്തു പർവ്വതനിരകളിൽ നിന്നുത്ഭവിച്ച് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു നദി യൂഫ്രട്ടീസ് ചേരും. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ചൊഴുകും. അപ്പോൾ വലിയ നദി ഏതാ? യൂഫ്രട്ടീസ്. ചെറിയ നദി ടൈഗ്രീസ്. 2300 1900. ഒരു 400 കിലോമീറ്റർ കൂടുതലാണ് മറ്റേ നദിയുടെ നീരം. അതുകൊണ്ട് ഈ നദിയെ ബൈബിൾ വിളിച്ചു മഹാനദി. ഓക്കെ. അപ്പോൾ യൂഫ്രട്ടീസും ടൈഗ്രീസും ഏതെന്ന് അത്യാവശ്യം ബൈബിൾ വായിച്ചവർക്കറിയാം. പഴയ നിയമത്തിലുണ്ട് ഇത് രണ്ടും, പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ ഈ നദിയെ വിളിക്കുന്നത് ഫ്രാത്താണ്, യൂഫ്രട്ടീസ്. ഈ ഫ്രാട്ടോസ് അത് ലോപിച്ചതാണ് ഫ്രാത്ത്. ടൈഗ്രീസാണ് ഹിദ്ദേക്കൽ. അപ്പോൾ ഹിദ്ദേക്കലും ഫ്രാത്തുമാണ് ടൈഗ്രീസും യൂഫ്രട്ടീസും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു 2 നീരൊഴുക്കുകളുടെ പേര് ഓർമ്മ വരുന്നു, പീശോൻ, ഗീഹോൻ. അപ്പോൾ ഏതൻ നിലനിന്നിരുന്ന ഭൂപ്രദേശമല്ലേ മെസപ്പൊട്ടേമിയ? അവിടെ മനസ്സിലാക്കേണ്ടത് ഏതൻ വേറെ, ഏതൻ തോട്ടം വേറെ. യഹോവയായ ദൈവം ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി. നമ്മളതിന് ഏതൻ തോട്ടം എന്ന് പറഞ്ഞാലും ഈ സിസ്റ്റം എടുത്ത് മാറ്റി. അപ്പോൾ ഭൂമി അവിടെ കിടപ്പുണ്ട്, ലാൻഡ് അവിടെ കിടപ്പുണ്ട്, തോട്ടം അങ്ങ് മാറ്റി. കാരണം അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തൊരു ലോകമാണ്, അത് മറ്റൊരു വിഷയമാണ്. 4 നദികളിലെ പ്രധാനപ്പെട്ട 2 നദികളുടെ പേരാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും. ഇതിൻ്റെ തീരം കേന്ദ്രീകരിച്ചാണ് മനുഷ്യരാശിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങളൊക്കെ നടന്നത്. ഇവിടെ നിന്നാണ് മനുഷ്യൻ ആലേഖന വിദ്യ കണ്ടുപിടിക്കുന്ന എഴുത്ത്, ലിപി. നമ്മളിന്ന് ടാബ് എന്നൊക്കെ പറയുന്ന ആധുനിക സംവിധാനത്തിൻ്റെ പ്രാക്തന രൂപം ഉണ്ടായിരുന്നു. അവരും അതിന് പറഞ്ഞ പേര് ടാബ് എന്നായിരുന്നു. ടാബ്ലറ്റ് എന്നാ മൊത്തം പേര്. അതിന് കളിമണ്ണുകൾ ഉപയോഗിച്ചിരുന്നു. അതിൽ അക്ഷരങ്ങൾ എഴുതി ചൂളയിൽ ചുട്ടെടുത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഓട് കണക്കിന്. നമ്മുടെ ഓടുണ്ടല്ലോ, പഴയ മേച്ചിലോട്, കല്ലുകളിൽ ചിപ്പ് ചെയ്തെടുത്തിട്ട് ആലേഖനം ചെയ്തു വച്ച വിജ്ഞാനപ്രദങ്ങളായ എഴുത്തുകൾ ഒക്കെ ഈ തീരത്തുനിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ മനുഷ്യൻ എഴുത്തുവിദ്യ കണ്ടുപിടിച്ച സ്ഥലം, ലോകത്തിന് എഴുത്തുവിദ്യ കൊടുത്ത മനുഷ്യരുടെ പേരാണ് സുമേറിയന്മാർ. അത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. ഇവരാണ് ഏറ്റവും ശക്തമായ എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതോടൊപ്പം ചക്രം ഉപയോഗിച്ചുള്ള ഗതാഗതം, കാളവണ്ടി, കുതിരവണ്ടി, ആ ചക്രം, അത് വലിയൊരു കണ്ടെത്തലാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ. ഇവരാണ് ഈ നഗരവൽക്കരണം, സിസ്റ്റമാറ്റിക്കായ നഗരങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രധാനം പശമണ്ണും കുമ്മായവും ചേർത്ത കൂട്ടുണ്ടാക്കി കട്ടകൾ പിടിച്ച് വലിയ വീടുകൾ, വലിയ മട്ടുപ്പാവുകൾ ഒക്കെ പണി കഴിപ്പിക്കുന്ന വലിയ കഴിവ് മനുഷ്യരായിരുന്നു. ഇത്തരത്തിൽ നമ്മൾ ഇന്ന് സംസ്കാരം, സിവിലൈസേഷൻ, നാഗരികത എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന പലതും തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് കുട്ടികൾ പഠിക്കുമ്പോൾ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഇതൊക്കെ പഠിക്കും. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ ഫേമസ് ആണ്, ഇൻഡസ് വാലിയൊക്കെ വളരെ ഫേമസാണ്. പക്ഷേ ഇത് ഞങ്ങളൊരു 10,000-2000 വർഷത്തെ ശേഷമാണ് ഇൻഡസ് വാലിയൊക്കെ ഉള്ളത്. പക്ഷേ ഏൻഷ്യൻ്റ് വണ്ണാണ് മെസപ്പൊട്ടേമിയ, പൗരാണികമാണ്, ഏറ്റവും പുരാതനമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിനെപ്പറ്റി, ഇത്രയും നല്ലൊരു സ്ഥലത്തെ എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ നശിപ്പിക്കുന്നത്? അപ്പോൾ നമുക്കിതൊന്ന് പഠിച്ചു പോയാലോ? മാത്രമല്ല, വെളിപ്പാട് ദിവസത്തിലേക്ക് വരുമ്പോൾ 6ാമത്തവൻ തൻ്റെ കാഹളമൂതി. അപ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. അപ്പോൾ കറച്ചെഴുതി യൂഫ്രട്ടീസ് നദി. ഇനി വീണ്ടും കാണുകയാണ്, 6ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു. ആ കലശം വീണപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങാൻ യൂഫ്രട്ടീസിലെ വെള്ളം പറ്റി.
അപ്പോൾ യൂഫ്രട്ടീസ് ഇമ്പോർട്ടൻ്റായ സ്ഥലമാണ്. ഇനിയും പ്രാധാന്യം വർദ്ധിക്കുന്ന ഇവിടെ തരണ്ടേ. ഇസ്രായേൽ മക്കൾക്ക് രാജ്യം വിഭജിച്ചു കൊടുക്കുമ്പോൾ, മോശെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും മിസ്രയീമ്യരുടെ നദിയായ നൈൽ മുതൽ മഹാനദി വരെയുള്ള സ്ഥലം അവകാശമായി തന്നിരിക്കുന്നു. ഓക്കെ, ശരിക്ക് നൈൽ നദിയുടെ അവിടെ മുതൽ ഇങ്ങോട്ട് സൂയസ് കനാലും അക്വാവ ഉൾക്കടലും ഇങ്ങ് കയറി ഇസ്രയേൽ കംപ്ലീറ്റും യോർദാനും അതിനപ്പുറത്ത് കിടക്കുന്ന ഇറാഖിൻ്റെ പാതി വരെയുള്ള സ്ഥലമാണ് ശരിക്കും ഇസ്രയേലിന് കിട്ടേണ്ടത്. ഇന്നും വരെ അത് കിട്ടിയിട്ടില്ല. ദാവീദ് ഭരിച്ചപ്പോഴോ യോശുവ ഭരിച്ചപ്പോഴോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു പ്രവചനം അല്ലേ. ഇപ്പോൾ ഇവർ ഈ ഭൂമി അക്വയർ ചെയ്ത് പോകുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ പഠിക്കേണ്ട വലിയ വിഷയമാണ്. കാലവത്ര കഴിഞ്ഞു ആ പ്രവചനത്തിൻ്റെയൊക്കെ. എന്നിട്ടും അതിൻ്റെ ആ പ്രവണതകൾ അതുപോലെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ബൈബിൾ പ്രവചനങ്ങളുടെ മൂർച്ചയും കൃത്യതയും. പ്രിയമുള്ളവർ, നമ്മൾ ഈ കൊണ്ടുനടക്കുന്ന പുസ്തകം ചരിത്രത്തോട് കൃത്യമിടപെട്ട ആളെന്ന് തൂക്കി കുറിച്ച് ഇടപെട്ട ഗ്രന്ഥമാണ്. അതിൻ്റെ ഒരളവ് സ്പർശം മതി നമ്മളൊക്കെ ഒന്ന് രക്ഷപ്പെടുക. ആ വാഗ്ദത്തങ്ങളുടെ ഒരളവ് നമുക്ക് കിട്ടിയാൽ മതി. ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം സംസാരിച്ച് പോകുന്നു. നമ്മൾ കർത്താവ് ഈ ഗെത്സമനയിലൊക്കെ ഇരുന്ന് കരഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര കരച്ചിൽ. അവൻ പ്രാണവേദനയിലായി നിൽക്കുക. കർത്താവാണെന്ന് ഓർക്കണം. അത് കണ്ടാലൊരു നിസ്സഹായൻ്റെ ലുക്കാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് 20 മിനിറ്റ് അങ്ങോട്ടേക്കോ അല്ലെ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ ഗെത്സമന വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ മുമ്പേ പ്രാർത്ഥിച്ച കരഞ്ഞ ആളല്ല ഇപ്പം. ഒരു ധൈര്യം നിങ്ങൾ ആരെ തിരയുന്നു? കോടതി ചെന്നപ്പോഴേക്ക് കോടതി എടുത്തിട്ട് തങ്ങും വിലങ്ങും പെരുമാറും ന്യായവിധി തല്ലും മുൾക്കിരീടവും കൊടുത്തിട്ട് നിൽക്കുമ്പോൾ ചോദിച്ചു, നീ രാജാവ് തന്നെ? ഉത്തരം ഞാനാണ്. ധൈര്യം കാണിക്കേണ്ടടുത്ത ധൈര്യം കാട്ടിയല്ലേ. ഒരു കാര്യം മനസ്സിലായി, പ്രാർത്ഥന മുറിയിൽ കരഞ്ഞാൽ ഏത് കോടതിയിലും ഒരു ധൈര്യമാണ്, പ്രതിക്കൂട്ടിൽ ഒരു ധൈര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ആ കരച്ചിലാ നമ്മളെ കരുത്തരാക്കുന്ന യേശു പഠിപ്പിച്ചു. കർത്താവ് കരഞ്ഞെങ്കിൽ നാട്ടുകാരോടൊന്നല്ലായിരുന്നു, പിതാവിനോട്. നമ്മളിങ്ങനെ ചെയ്യാനാ നമ്മളെ പഠിപ്പിച്ചത്. കർത്താവിന്റെ മുത്തച്ഛനായ ദാവീദ് ഇങ്ങനെയാണ് സ്വഭാവം. കാലത്തും സന്ധിക്കുമൊക്കെ ഞാൻ കരയുന്നു. പക്ഷെ കരയുന്ന മനുഷ്യനോട് കാര്യത്തോടെ എടുക്കുമ്പോൾ പറയാ, ഒരു സൈന്യം പാളയം ഇറങ്ങിയ ആളാകെ മാറുകയല്ലേ. നമുക്ക് ഇന്ന് ശത്രുവിനോട് ഇതാണ് പറയേണ്ടത്. ഞാൻ കരയാറുണ്ട്, ഞാൻ വിഷണനാകാറുണ്ട്, പ്രാർത്ഥന മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ടെൻഷൻ അടിക്കാറുണ്ട്. മനുഷ്യരല്ലേ, പ്രാണഭയത്തിലാണ്. പ്രാർത്ഥിച്ച് പുറത്തോട്ട് വരുമ്പോ ഒരു സൈന്യം വളഞ്ഞു നിന്ന അങ്ങനെ ഇട്ടിട്ട് പോകുന്ന പണിയൊന്നുമില്ല. എന്തൊരു ആനന്ദമാണ് ആ അർത്ഥത്തിൽ കർത്താവിന്റെ ധൈര്യം. ഹല്ലേലൂയ. അപ്പൊ ആ ധൈര്യത്തിന്റെ ഒരളവ് നമുക്ക് കിട്ടിയാൽ മതി, രക്ഷപ്പെടുക. ആയുഷ്കാലം ചെറിയൊരളവ്, 1 മില്ലി കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. രോഗം, വേദന, കഷ്ടപ്പാട്, ആകുലതകളൊക്കെ വരുമ്പോ അതിന്റെ ഒരളവ് അടിയുന്നത് തന്നെ. ജയിലിൽ നിന്നപ്പോ നീ കാട്ടിയ കരുത്തിന്റെ ഒരളവ് ഇതൊക്കെ പൗലൂസിനൊക്കെ പിന്നെ കിട്ടുന്നില്ലേ. ഹല്ലേലൂയ. എന്താണ് ഈ സ്ഥലമൊക്കെ മനസ്സിലായി? ഈ പിണക്കം വരാനുള്ള കാരണം അല്ലേ. ഇതൊക്കെ ബൈബിളിൽ ചിലപ്പോ ഒന്ന് വായിച്ചു വരാം. സന്തോഷമല്ലേ? ഇതൊരു പഴയ ചരിത്രമുണ്ട്. ഉൽപ്പത്തി 9:10-9 മുതൽ എന്ന് പറഞ്ഞു. പഴയൊരു ചരിത്രം ബൈബിളിൽ കൂടെ ചേർത്ത് പോകുമ്പോഴാണ് അതിന് സംഭവം. പക്ഷെ ഒരു പേരോടെ ചേർത്തുണ്ട്. കൂശ് നിമ്രോദിനെ ഇച്ചിരി പുറം ബാക്കിയല്ല. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. ഒരു മനുഷ്യന്റെ പേര് പറയുക, നിമ്രോദ്. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. പിന്നെ അവൻ യഹോവയുടെ മുൻപാകെ നായാട്ട് വീരനായിരുന്നു. അത് ഇവിടെ പ്രശ്നം. ഒരുത്തൻ വീരനായിക്കോട്ടെ, നായാട്ടോ അവനെ ദൈവവും നായാട്ട് വീരൻ എന്ന് വിളിക്കണം. അവന്റെ ജോലിയാന്ന് കൂട്ടി. അല്ലെ വീരപ്പൻ ചന്ദനം വെട്ടി, നമ്മൾ പറയാം ദൈവത്തിന്റെ മുമ്പാകെ വീരപ്പൻ ചന്ദനം വെട്ടി എന്ന് അർത്ഥം. അവൻ നായാട്ട് വീരൻ, അവന്റെ വഴിക്ക് പോട്ടെ. ഉൽപ്പത്തി കിടക്കുക ദൈവത്തിന്റെ മുമ്പാകെ താഴെ കിടക്കുക. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ ഒരു പഴഞ്ചൊല്ലും ഉണ്ടായി. അപ്പൊ എന്തോ സംഭവമുണ്ട്, അങ്ങനല്ലേ? എന്തോ സംഭവമുണ്ട്. ചിലക്കവിടെ മറഞ്ഞിരിക്കുക. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ബാക്കിയോടെ വായിച്ചോ. അപ്പൊ അവന്റെ
രാജ്യത്തിൻ്റെ ആരംഭം. ഇവിടെ ഒരു കാര്യമുള്ളത്, ഇപ്പം നമ്മളൊരാളോട് പരിചയപ്പെടുമ്പം എവിടാ വീട് എന്ന് ചോദിച്ചാൽ ഉടനെ പറയണം രേഖാംശം 30 അക്ഷാംശം 60 ഇടയ്ക്ക്, സഹ്യവറോന്നരയ്ക്ക് ഇപ്പുറത്ത്, അറബിക്കടലിന് വടക്ക്. ഇങ്ങനെയാണോ സ്ഥലം പറയുന്നത്? അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണെങ്കിൽ ഇയാൾക്കെന്തോ കുഴപ്പമുണ്ട് അല്ലേ? അങ്ങനെ പറയുമോ? ഇല്ല. അതൊരു കാവ്യഭാഷയെ വേണം ഇങ്ങനെയൊക്കെ പറയാം. ഇങ്ങനത്തെ അക്ഷാംശം ഇത്ര, രേഖാംശം ഇത്ര, ഗ്രീനിച്ച് രേഖയ്ക്ക്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാം അരച്ച് പറയാം കുമ്പനാടാന്ന്. പക്ഷേ ഇവിടെ പറയാ അവനെ പരിചയപ്പെടുത്തുക, അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം. അപ്പോൾ ഇവന് രാജ്യമുണ്ട്, അവൻ്റെ കിങ്ങാണ്, ഡൈനസ്റ്റി, ഒരു ഭരണമുണ്ട്. അതിനാ ഈ രാജ്യത്തിൻ്റെ ആരംഭം ബാക്കി രാജ്യങ്ങൾ പറയുക. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശിനാർ ദേശത്ത്. അപ്പോൾ ഇവൻ്റെ രാജ്യത്തിൻ്റെ ആ മേഖലകൾ പറയുക, ടെറിട്ടറികൾ പറയുകയാണ്. ശിനാർ ദേശത്ത്. ശിനാർ എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടേമിയ അല്ലെങ്കിൽ ബാബിലോൺ. ശിനാർ മറക്കല്ലേ, ബാക്കി ഏത് മറന്നാലും ശിനാറും മെസപ്പൊട്ടേമിയും മറക്കരുത്. ശിനാർ ദേശത്ത് ബാബേൽ. ഏരക്ക്. ഈ ഏരക്ക് എന്ന പദം വന്നത് ഉറൂക്ക് ഒരു ഉച്ചാരണത്തിൽ നിന്ന്. ഉറൂക്ക് ഇതൊരു അക്കാദ്യൻ പദമാണ്. അതിൽ നിന്ന് ഉച്ചരിച്ചതാണ് ഇറാഖ് എന്ന്. ഓക്കെ, ഉച്ചാരണത്തിൽ വന്ന വ്യത്യാസം ഇറാഖ്. അപ്പോൾ ഉറൂക്ക് പട്ടണം, അതുപോലെ അക്കാദ്, അക്കാഡിയന്മാർ, അക്കാഡിയൻ കൾച്ചർ, കൽനെ, കാൽഡിയൻസിൻ്റെ സംസ്കാരം, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശത്തെ ഭരിച്ച ഒരു രാജാവ്. മറ്റൊന്ന്, ഇതിനു മുമ്പ് നമുക്ക് ബൈബിളിൽ ഒരു രാജാവിനെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു മാനുഷിക ഭരണാധിപനെ കാണാൻ പറ്റുന്നില്ല. ഇവിടുന്നാണ് ഒരു മാനുഷിക ഭരണം വരുന്നത്. മാനുഷിക ഭരണം അത്യാവശ്യമല്ലേ? ഒരു ഭരണകൂടം വേണ്ടേ? വേണം, ഒരു ഭരണകൂടം വേണം. ഇപ്പം നമുക്ക് സഭകളാകട്ടെ പ്രസ്ഥാനങ്ങളാകട്ടെ അതിന് തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. തിരഞ്ഞെടുപ്പ് ഇല്ല എങ്കിൽ, ഈ ലീഡർഷിപ്പ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിനൊരു മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ, പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ എന്താവും? നമ്മൾ പറയും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ആവട്ടെ, ജയിക്കട്ടെ, ഇതിനകത്തൊന്നും കാര്യമില്ല. അങ്ങനെയല്ല. ആലോചിച്ച് നോക്കിയേ, ഒരു പ്രധാനമന്ത്രി ഇല്ലേ, ഇപ്പോൾ പാകിസ്ഥാനിങ്ങ് കയറും. ഓർഡർ ഇടാനൊരു കരുത്തനില്ലെങ്കിൽ കളി അങ്ങ് മാറും. ഇവിടെ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ നമ്മൾ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗുണ്ടകളാണ് രാജ്യം ഭരിക്കുന്നത്. ഗുണ്ടയുടെ ആധിപത്യമാണ് തെരുവിൽ. പോലീസൊന്നും ഇല്ലെങ്കിൽ കാര്യം അവർ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെങ്കിൽ പോലീസില്ല, മന്ത്രിയില്ല, ഭരണകൂടം ഇല്ലെങ്കിൽ തലസ്ഥാനത്തേക്ക് കയറി വരുന്ന ആരാ? ഗുണ്ടകളാണ്. അപ്പോൾ ഭരണം വേണം. പക്ഷെ ആ ഭരണം എന്താകണമെന്ന കാര്യത്തിലാണ് പിന്നെ തർക്കം വരുന്നത്. ഇയാൾ ആദ്യത്തെ ഭരണാധിപനാണ്. ഈ മനുഷ്യനെ പറ്റി കാര്യമായ വിശദീകരണമൊന്നും ഇതിനകത്തില്ല, ബൈബിളിലില്ല. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി ബാബിലോന്യരുടെ പുരാണമുണ്ട്. ഇന്ത്യക്കാരായ നമ്മുടെ പുരാണം കൊണ്ടുവന്ന് രാമായണവും മഹാഭാരതമൊക്കെ ഉള്ള പോലെ അവർക്കൊരു പുരാണമുണ്ട്. അതിപ്പോഴും കിട്ടും. അത് എഴുതിയ രാജാവിൻ്റെ പേര് ഗിൽഗമേഷ് എന്നായിരുന്നു. ക്ലാസ് ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഗിൽഗമേഷ്. ഈ ഗിൽഗമേഷിൻ്റെ പുരാണത്തിൽ കഥാപാത്രങ്ങളിൽ പ്രധാനിയാണ് നമ്മൾ പറഞ്ഞ ആ നിമ്രോദ്. അതിൽ പറയുന്ന അനുസരിച്ച് നിമ്രോദ് വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഡൈനസ്റ്റി. ഈ രാജ സംവിധാനത്തിൻ്റെ തുടക്കം അയാളായിരുന്നു. അയാൾ പഠിപ്പിച്ചു സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ. ദൈവം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യനെ സ്ത്രീകൾ ഭർത്താവിനെ പോലെ റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് സൂര്യനൊരു, പുരുഷന്മാരും സൂര്യനെ രക്ഷിതാവായിട്ട് കാണും. സ്ത്രീകൾക്ക് സൂര്യൻ ഭർത്താവാണ്. പിന്നെ മറ്റു പൊതുജനങ്ങൾക്കെല്ലാം രക്ഷകൻ. സൂര്യനൊരു പേരിട്ടു, ബാൽ. അപ്പം ബാൽ വാക്കിൻ്റെ അർത്ഥം ഹസ്ബൻഡ് എന്നാണ്. ബാൽ അത് മനസ്സിലാകാനുള്ള വഴിയുണ്ട്. ഹോശേയുടെ പ്രവചനത്തിൽ പറയാ, അന്നാളിൽ നിങ്ങൾ എന്നെ ഈസി എന്നല്ല വിളിക്കുക, ബാലി. ബാൽ ഹസ്ബൻഡ്, ബാലി മൈ ഹസ്ബൻഡ്.
ഓക്കെ. ഏൽ ദൈവം, ഏലി മൈ ഗോഡ്. അപ്പം ഇകാര ശബ്ദത്തിൽ തീർന്നാൽ എൻ്റെ എന്ന് ചേർത്താണ് ഹീബ്രുവിൽ മനസ്സിലാക്കേണ്ടത്. ബാൽ എന്ന ദേവൻ സൂര്യനാണ്. സൂര്യനെ ഹസ്ബൻഡ് എന്ന് വിളിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സംസ്കാരം നാട്ടിലുണ്ടായിരുന്നു. ചന്ദ്രൻ സൂര്യൻ്റെ പത്നിയാണ്, ഭൂമി മറ്റൊരു പത്നിയാണ്. എന്നിട്ട് ഈ നിമ്രോദ് പഠിപ്പിച്ചു, താൻ രാജാവായിരിക്കുന്നത് ആ ബാലിൻ്റെ കാരുണ്യത്താൽ യാതൊരുവൻ തനിക്ക് ഒരുപാടർപ്പിക്കുന്നുവോ നേർച്ചയർപ്പിക്കുന്നുവോ അനുസരിക്കുന്നുവോ അത് ഈ ദൈവത്തെ അനുസരിക്കലാണ്. തൻ പത്നിയെ ആര് ബഹുമാനിക്കുന്നുവോ അതും ആവശ്യമാണ്. അങ്ങനെ ഈ മനുഷ്യൻ ഒരേ സമയം നാടിൻ്റെ രാജ്യവും ചോദ്യം ചെയ്യാനാവാത്ത പുരോഹിതനും ദൈവത്തിൻ്റെ പ്രതിപുരുഷനും ഒക്കെയായി മാറി. ഇതാണ് അതിലെഴുതിയിരിക്കുന്നത്. ഇനി ഇയാളുടെ ഭാര്യയുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. ഒത്തിരി പേരുണ്ട്, അത് ഓർക്കുക. അപ്പോൾ സെമിറാമീസും ബാലെന്ന് പിന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഈ പ്രതിപുരുഷൻ, അവതാരം എന്നൊക്കെ പറയുക. അപ്പം നിമ്രോദ് തൻ്റെ ഭാര്യ, ഒരേ സമയം രാജാവും നാടിൻ്റെ സംരക്ഷകരും ദേവനും പ്രതിപുരുഷനും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ഈ ബൈബിളിലുള്ള ഒരു സംഭവം കൂടെ നമുക്ക് ചേർത്ത് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 11:1 എന്ന് വായിച്ചോളൂ. ആ ആ ആ നമുക്കറിയാവുന്ന സംഭവമാണ്. ഇവിടെ നടന്നൊരു നിർമ്മാണം. ഇത്തരമൊരു കാര്യം നടക്കാൻ ഒരു നേതാവ് മുൻപിട്ടിറങ്ങണം. അയാൾ തയ്യാറെങ്കിൽ ഇതുപോലൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിമ്രോദാണെന്നാണ് അനുമാനിക്കേണ്ടത്. കാരണം അദ്ദേഹം പറയുന്നത്, വരുവിൻ, നാം ഭൂതലത്തിലെങ്ങും ചിതറിപ്പോകാതിരിക്കേണ്ടതിന് നമുക്കൊരു പട്ടണവും ഒരു പട്ടണം, ഒരു കോട്ട, ഗോപുരം പണിത് ഇവിടെ കഴിയണം. കാരണം ഇവിടെ തെറ്റിപ്പോയാൽ ഈ ഗോപുരം കണ്ട ആളിന് വരണം. ചെതറരുത്, ഭൂതലത്തിലെങ്ങും ചെതറരുത്, നമുക്ക് ഇവിടെ കൂടണം. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി പെറ്റുപെരുകി ഭൂമി മുഴുവൻ നിറയണം. നിമ്രോദിൻ്റെ പദ്ധതി അങ്ങനെ ചെതറരുത്, ഇവിടെ കഴിയണം. അങ്ങനെ ദൈവ വഴിയിൽ ദൈവ പദ്ധതിയിൽ പോയ മനുഷ്യനെ വേട്ടയാടി പിടിച്ച് സ്വന്തം തട്ടകത്തിലിടാൻ ശ്രമിച്ച ധീരനായിരുന്നു. അങ്ങനെയാണ് അയാൾക്ക് കിട്ടിയത് യഹോവയെ വെല്ലുവിളിച്ച, യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരൻ. മൃഗങ്ങളെയല്ല നായാടി പിടിച്ചത്, നമ്മളെ, മനുഷ്യരെ. എന്നിട്ട് പറഞ്ഞു, സത്യദൈവത്തെ ആരാധിക്കാൻ തുണഞ്ഞ മനുഷ്യനെ ഈ സൂര്യാരാധനയ്ക്ക്, പ്രകൃതി ആരാധനയ്ക്ക്, ക്രമേണ ബിംബാരാധനയ്ക്ക്, ക്രമേണ ബഹുദൈവ വിശ്വാസത്തിന് അധീനരാക്കി തീർത്തുകൊണ്ട് ചരിത്രത്തിലാദ്യം ദൈവത്തോട് കലഹിച്ച ഒരു മനുഷ്യനെ, നമ്മൾ എതിർക്രിസ്തു എന്നൊക്കെ വിളിക്കുന്ന ആ മനുഷ്യൻ്റെ ഏറ്റവും പൂർവികനെ, അയാളുടെ അതേ സ്പിരിറ്റാണ് വരാനിരിക്കുന്ന എതിർക്രിസ്തുവിൽ കാണുന്നത്. കാരണം തൻ്റെ അകറ്റി, വിശ്വാസത്തിൽ നിന്നകറ്റി ബഹുദൈവ ചിന്തയിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുന്ന അതേ സ്പിരിറ്റ് ഇയാളിൽ. വ്യക്തത വന്നോ? അങ്ങനെയെങ്കിൽ രസകരമായ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ തുടങ്ങുന്ന തന്നെ ഭൂമിയിലൊക്കെ വരെ ഒരേ ഭാഷയും ഒരേ വാക്കും. അപ്പോൾ ഇതൊന്ന് ആലോചിച്ചേ. ഇവിടെ ഞാനത് വായിച്ചത് വളരെ നന്നായി. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ ഈ തെക്കോട്ടുള്ള ആളുകൾ നല്ല ഭാഷയെന്നാണ് പറയുന്നത്, പക്ഷെ നമ്മളെല്ലാം സത്യത്തിൽ പറയുന്ന ഭാഷ എന്നാണ്. പത്രോസ് ഭാഷ അറിയണ്ട നമ്മുടെ ഈ രഹസ്യമൊക്കെ, ഈ കുടുംബ രഹസ്യമൊക്കെ പറഞ്ഞു പോയത് അറിയാതെ പറഞ്ഞു.
എന്നിട്ട് നമ്മൾ പറയാം മനോരമയുടെ ഞങ്ങളുടെയാ നല്ല ഭാഷ. പക്ഷെ നമ്മൾ പറഞ്ഞെന്നറിയോ, ഭാര്യ ഭർത്താവ് സുജം ഭിത്തി. ആ വഴിക്കൊന്നും പറഞ്ഞേക്കല്ലേ, അവരെയൊക്കെ നമുക്ക് വരാനുള്ള. ഇവിടുത്തുകാർ പറഞ്ഞെങ്ങനെയാ, കോട്ടയം 12 ജില്ലക്കാരൻ പറഞ്ഞെങ്ങനെയാ, ഭാര്യ ഭർത്താവ് സുജം ഭിത്തി. ഈ ഭാഷയല്ല, നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ തിരിച്ചെഴുതിക്കാണ്. ഇത് നമുക്ക് ഇന്ന് വരെ ഉച്ചരിക്കാൻ അറിയത്തില്ല. ഈ ലിപ്പ് തമ്മിൽ അടിക്കണം. ഭാ ആ ഭാ എന്നാകുകയും ചെയ്യില്ല, ഭാ. മറ്റേ ഫണം പാമ്പിൻ്റെ, അതാ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ പാമ്പെന്ന് വന്നപ്പോൾ പറയരുതെന്നാ, അതിഥി എന്ന് പറയണമെന്നാണ് ഒരുത്തൻ പറഞ്ഞ പാമ്പിന്. ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന് ഒരുത്തൻ പറയുക ടി വിയിൽ. നമ്മളൊക്കെ ഈ അതിഥി ഉണ്ടെന്ന് കേട്ടാൽ പണ്ടത്തെ കാലമല്ലേ, നല്ല ഇച്ചിരി ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് അന്നത്തെ ചിന്ത അല്ലേ. അതിഥി വരുന്നുണ്ട്. ഇപ്പോൾ അതിഥി എന്ന് കേട്ടാൽ എന്താ, അണലി വീട്ടിൽ കയറി ഇരിക്കുന്ന അതിന് അതിഥി. പണം. അപ്പോൾ ഇത്രയും പറഞ്ഞൊരു ആവശ്യത്തിന് പറഞ്ഞ കേട്ടോ. വേണ്ടേ, ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്ക്. കുമ്പനാടും കോട്ടയത്തും ടെക്സാസും ഭൂമിയിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ ഒരൊറ്റ ഭാഷ, ഒറ്റ വാക്ക്. ഇത് ബാബിലോണിൽ വെച്ചാണ് ഭാഷ ചിതറിയത്, നിർമ്മാണം തകർന്നത് ഒക്കെ അവിടെ വെച്ചാണ്. കണ്ടോ ദൈവത്തിൻ്റെ ആ പദ്ധതി കണ്ടോ, വലിയ പണിയൊന്നും വേണ്ടിയൊന്നുമില്ല. ദൈവത്തിന് വിപരീതമായി പണിതു വെക്കുന്ന നിർമ്മാണങ്ങളെ തകർക്കാൻ ഒരു കൺഫ്യൂഷൻ കൊടുത്തുള്ളൂ, സംഗതി തീർന്നു. ഭാഷകൾ പലതായി ചിതറി. അതുവരെ ഒറ്റ ഭാഷ. ബൈബിൾ പഠിപ്പിക്കുക, എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായി, സകല മനുഷ്യരും ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. ഇത് ബൈബിളിലുള്ള ലോകത്തൊരു കൃതിയിലും ഇങ്ങനെ പറയുന്നില്ല. ഉണ്ടെങ്കിൽ പറ, ക്ഷമിക്കണം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ 4 തരം ആളുകൾ അല്ലേ. അപ്പോൾ ബാക്കി മനുഷ്യരെല്ലാം എവിടെ നിന്നുണ്ടായി? യഹൂദരില്ലേ, യാദവരില്ലേ, ഈഴവരില്ലേ, ദളിതരില്ലേ, ആദിവാസികളില്ലേ, ഇവരെയൊക്കെ ആരാ സൃഷ്ടിച്ചു? പുരാണത്തിൽ പറഞ്ഞിട്ടില്ല. ഏത് പുരാണത്തിലാ? ബഹുമാനപ്പെട്ട SNDP സെക്രട്ടറി പെന്തക്കോസ്തുകാരെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ കത്തിച്ചു, നിങ്ങളെങ്ങനെ ഹിന്ദുവാണെന്ന് പറയും, നിങ്ങളുടെ പേരെവിടെ കിടക്കുന്നത്? ഏത് പുസ്തകത്തിലാണ്? രേഖ അനുസരിച്ച് എവിടാ സാർ നിങ്ങളെങ്ങനെ ഹിന്ദുവാകും പറ. ഇവർക്കേ പറ്റുള്ളൂ. ഈ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നായരാണ്, അതിന് ഒരു അവർണരാണ്. അവരെങ്ങനെ ഹിന്ദു ആകുന്നത്? ഒരിക്കലും ആവില്ല. മനസ്സിലായില്ലേ? ഞാനത് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെന്തിനാ പറഞ്ഞെന്നറിയണ്ടേ, ഈ അവതാരങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ധർമ്മം ക്ഷയിച്ച് അധർമ്മം വരുമ്പോഴൊക്കെ അവതാരം വരുമെന്നാണ്. പക്ഷേ ഈ അവതാരത്തിൻ്റെ പ്രശ്നം ഇന്ത്യക്ക് പുറത്തോട്ട് പോയില്ല. ഇന്ത്യക്ക് പുറത്ത് ധർമ്മം ക്ഷയിച്ചാലും കൊള്ളാം, അധർമ്മം വന്നാലും കൊള്ളാം, അമേരിക്കയ്ക്കും യൂറോപ്പിലേക്കും ഒരു ഒറ്റ അവതാരവും വന്നിട്ടില്ല. ഇന്ത്യയിൽ കിടന്ന് കറങ്ങുമായിരുന്നു. മനുഷ്യരില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി? കാര്യം മനസ്സിലായോ? അവതാരം എന്തിനാ അവിടെ കിടന്ന് ഇറങ്ങിയേ? എല്ലാ മനുഷ്യനെയും കാണണ്ടേ? എല്ലാ മനുഷ്യനെയും കാണണം. ഞാൻ വെള്ളാപ്പള്ളിക്ക് കൊടുത്ത ആ മറുപടിക്കകത്ത് ഒന്നുകൂടെ പറയുന്നുണ്ട്. പരശുരാമൻ 64 ഇല്ലങ്ങൾ കഴിവറിഞ്ഞുണ്ടാക്കിയെന്നാണ്. എങ്ങനെ ഉണ്ടാക്കട്ടെ, എന്തിനാണെന്നറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ അമ്മയെ കൊല്ലാൻ അപ്പൻ പറഞ്ഞു. അമ്മ രേണുകയാണ് പേര്. അപ്പോൾ മഹർഷിയുടെ ഭാര്യയാണ്. അമ്മയെ കൊല്ലാൻ കാരണം ഈ സ്ത്രീ വെള്ളം കുഴയുമ്പോൾ അതുവഴി പറന്നു പോകുന്ന ഗന്ധർവൻ്റെ ചിത്രം ജലാശയത്തിൽ കണ്ടു. ഗന്ധർവൻ സുന്ദരനായ ഒരു പുരുഷനാണ് ഗന്ധർവൻ. പറന്നു പോയല്ലേ, പടം ഈ വെള്ളം കോരുന്ന കിണറ്റിൽ കണ്ടു. അപ്പോൾ അവരിത് കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ തിരിച്ച് മഹർഷിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതുകൊണ്ടല്ലേ. അപ്പോൾ ഈ ജാരശങ്ക വന്നിട്ട് പുള്ളിക്ക് വെറുപ്പായി ആ പുരുഷനെ നോക്കിയെന്ന്. മക്കൾ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞു കൊന്നേക്കാൻ പറഞ്ഞു. ഒരുത്തനാ കൊന്നേ, ആളാണ് പരശുരാമൻ. അപ്പം അമ്മയെ കൊന്ന ദുഃഖത്തിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ബ്രാഹ്മണർക്ക് ഭൂമി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണർക്ക് കൊടുക്കാൻ വേണ്ടി എറിഞ്ഞുണ്ടാക്കിയ ഭൂമിയിലാണ് നമ്മുടെ എലിയും സഭ ഇരിക്കുന്നത്. അതായി പ്രശ്നം. പിടികിട്ടിയോ? നമ്മൾ പൊക്കോ നീ പറയുന്നത്. അപ്പോൾ ഈ രാമൻ്റെ ഭൂപരിഷ്കരണം ബ്രാഹ്മണർക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കിയേ. അതിലെ കഷ്ടം ശ്രമിക്കണം. ഞാനിത് പറയുന്നില്ലേ, ലൈവിൽ പോകുന്നുണ്ട്, ഫോട്ടോ സാരമില്ല. 1 സെൻറ്റ് ഭൂമിയില്ല, ഇങ്ങനൊന്നും കൊടുക്കാത്ത ഈഴവരും പിന്നോക്കരും യാദവരും ദലിതരും ആദിവാസിയും വൈകിട്ടിരുന്ന് പാടുക,
ചന്തമോട ഭൂമി ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്ദിച്ച രാമരാമ ബാഹിമാം. മനസ്സിലായി? ഇവരെന്തോ എനിക്ക് മറുപടി തരുന്ന പിണങ്ങിയിട്ട് കാര്യമില്ല, മറുപടി അതെ. ഞാൻ നിങ്ങളുടെ ഗ്രന്ഥം വെച്ചാൽ പറയുന്നത്, കാര്യം വ്യക്തമായി പറഞ്ഞിട്ടാണ് പറയുന്നത്. എവിടുന്നാന്ന് പറഞ്ഞ എന്തിനാ ഈ പ്രാർത്ഥന? മനസ്സിലായില്ലേ? ഈ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ആപ്ലിക്കബിൾ ആകണ്ടേ? മനസ്സിലായില്ലേ? ആ, ഇനി വേറെ കഥകളിയുണ്ട്. ഇതിനൊരു 2-3 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. പക്ഷേ 2ാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ മുമ്പ് വന്നു മഹാബലിയെ ചവിട്ടിത്താക്കാൻ. പുള്ളി എവിടെ ഭരിച്ചെന്നൊരു പിടിയില്ല. കേരളമാണോ കടലാണോ ഒന്നും ഒരു പിടിയില്ല. അപ്പോൾ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം കെട്ടുപണഞ്ഞ് അവിടെ കിടക്കുമ്പോഴാണ് ഞാൻ കൃത്യത പറയാനിപ്പോൾ ഈ അവസരം ഉപയോഗിച്ചത്. സകല ഭാഷ ഒരു ഭാഷയിൽ നിന്നുണ്ടായിന്ന് ബൈബിൾ പറഞ്ഞു. പൗലോസിൻ്റെ അഥേന പ്രസംഗം എന്താ? ഏതൻസിലെ പ്രസംഗം. ഒളിമ്പിക്സിൻ്റെ സ്ഥലമാണ്. ക്രിസ്തുവിന് മുമ്പ് ഒളിമ്പിക്സ് ഉണ്ട്. 776 വർഷം മുമ്പ് ഒളിമ്പിക്സ് ഉണ്ട്. ആ സ്ഥലത്ത് പൊതുയോഗങ്ങൾ ആർക്കും പ്രസംഗിക്കാം. നമ്മുടെ പ്രീച്ചേഴ്സ് കോർണർ പോലെ UK ആർക്കും പ്രസംഗിക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം പ്രസംഗിക്കാം, ഏത് വിഷയവും പ്രസംഗിക്കാം. സരയോ കുന്നിൽ ചെന്നിട്ട് പറയാം, അല്ലയോ അധേനായ പുരുഷന്മാരെ, നിങ്ങൾ സകല ജനത്തിലും ഭക്തിയുള്ളവർ ഞാൻ അറിയുന്നു. ഓരോന്നും പറഞ്ഞിട്ട് നിങ്ങൾ അറിയാതൊരു ദേവനെ പൂജിക്കുമ്പോൾ ഞാനൊരാളെ പരിചയപ്പെടുത്താം. നിങ്ങൾ അജ്ഞാത ദേവൻ എന്നൊരാളെ പൂജിക്കുമ്പോൾ അത്യുന്നതനായ ദൈവം മനുഷ്യൻ്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അവൻ ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കേണ്ടതിന് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. ഇങ്ങനെ പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റ പുസ്തകം ലോകത്തുള്ളൂ. അത് വിശുദ്ധ ബൈബിളാണ്. ഹല്ലേലൂയ. ബൈബിൾ മാത്രമേ ഉള്ളൂ. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ഭാഷകളും നിശ്ചയിച്ചു. ഇതാ ദൈവം. ഇനി എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായിന്ന് ഒരു തെളിവൂടെ തന്നിട്ട് നമുക്ക് ആ വിവാദം കേൾക്കാം. നമ്മൾ 2 പേര് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ എന്തു ചെയ്യും? കൈയൊക്കെ കൂടി ഒന്ന് പരിചയപ്പെടുക. എന്തു ചെയ്യും? പരിചയപ്പെടുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? പൈസ ചോദിക്കുമോ? ആദ്യം അബദ്ധമൊന്നും കാണിക്കരുത്, പതുക്കെ. പേരാദ്യം ചോദിച്ച് മനസ്സിലാക്ക്. ഒരു ബാങ്കിലെടുത്ത ലോൺ എടുക്കാൻ ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു, നിങ്ങളെ ഒരു പരിചയമില്ലല്ലോ. പുള്ളിയോരാ, ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടുന്നത്, ലോണ് തരാൻ. പുള്ളിയോതി ചായക്കടയിൽ നിന്ന് പറഞ്ഞ പോലെ അല്ലേ എന്ന് പറഞ്ഞാൽ ലോണ് കിട്ടുമോ? ഇല്ല, ഡോക്യുമെൻ്റ് കറക്റ്റായിരിക്കണം. അപ്പോൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? പേര്. പേരെന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? നാം. ഇനി സംസ്കൃതി പറഞ്ഞ നാമം, മലയാളത്തിൽ നമ്മൾ നാമം എന്ന് പറയല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നാമവും നെയ്മും നാമും തമ്മിൽ ഏതാണ്ടൊരു ബന്ധം. ശരിയല്ലേ? ഉച്ചാരണം കൊണ്ടൊരു ബന്ധം വന്നില്ലേ? ഇനി ഗ്രീക്കിൽ പറയും ഒനോമ. ഒനോമ എൻ ഒനോമ യേസൂസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒനോമ. അറബി ദേശത്തൊക്കെ ഇവർക്കറിയാം. അവിടെ ചെന്ന് ആദ്യം വയ്ക്കും ഇസുമ. പേരെന്താ? ഇസുമ. ആ, ഹീബ്രുവിൽ ചോദിക്കുന്ന വേറൊരു രീതിയിലാണ്. നിങ്ങൾ ഇസ്രയേലിൽ ചെന്നാൽ നിങ്ങളൊരു യഹൂദൻ ചോദിക്കും, നിങ്ങളെ കണ്ടു ചോദിക്കും ഷെയ്ം, SHAME, ഷെയ്ം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഉദ്ദേശം ഷെയ്ം നമ്മൾ അല്ല, പേരാ. ഷെയ്ം, ഇസ്മ, നെയ്ം, നാം, നാമം. ഇതിൻ്റെ എല്ലാ ശബ്ദം കേട്ടിട്ട് വര ഒരിടത്തും എന്താന്ന് തോന്നില്ലേ? മനസ്സിലായോ? ആ, ഇനി കുട്ടികൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം പറയാം. ഒന്നെന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? 1. പക്ഷെ അത് എഴുതുന്നത് എങ്ങനെ? ONE. ONE എന്ന് എഴുതിയിട്ട് ഒന്നേന്ന് വായിക്കുമോ നോക്കി? ശ്രമിച്ചാൽ പറ്റും. ONE, ON, ON. ഇനി വേറൊന്നുണ്ട്. നമ്മൾ വീടിന് പറയുന്നത് വീട്, യഹൂദൻ വീടിന് പറയുന്നത് ബെയ്ത്ത്. എന്താണെന്ന് അറിയണ്ടേ? അവൻ്റെ ബാ എന്നുള്ള അക്ഷരം നമുക്ക് വായായിപ്പോയി.
എൻ്റെ ബൈ എന്നുള്ളത് നമുക്ക് വള്ളിയായിപ്പോയി. ഡാ നമുക്ക് അവർക്ക് താഴെ നമുക്ക് ഡായായി. എന്താ അറിയണ്ടേ? സോളമൻ്റെ കാലം മുതലുണ്ട് നമുക്ക് ഈ ഭാഷ അവരുമായിട്ടുള്ള ബന്ധം. മറ്റും ആനക്കൊമ്പും ചന്ദനത്തടിയൊക്കെ നമ്മൾ കൊടുത്തു അങ്ങോട്ട്. വായിച്ചിട്ടില്ലേ? നമുക്ക് ഇങ്ങോട്ട് സുവർണ്ണ സരപ്പിളി മാലയും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇങ്ങോട്ടും കിട്ടി. ഓഫീരിലെ പൊന്ന്. അപ്പോൾ അന്ന് പോലെ കൊടുത്ത ഈ ഭാഷ കൊണ്ടും കൊടുത്തും ഒക്കെ വളർന്നു. അപ്പോൾ എല്ലാ ഭാഷയും ഒരു ഭാഷയെന്നറിയാൻ ചിതറിക്കിടക്കുന്ന ഇത്തരം പദങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ വരവരടുന്ന ഏകദേശം മനസ്സിലായില്ലേ? ഉച്ചരിച്ചുച്ചരിച്ച് ഇങ്ങനെ അങ്ങ് പോയതാണ്. അത് നമ്മൾ മാത്രമല്ല, ഭാഷാവിജ്ഞാനീയം ഇത് സമ്മതിക്കുന്നു. നരവംശശാസ്ത്രം ആന്ത്രോപോളജി ഇത് സമ്മതിക്കുന്നു. ഇതിനൊക്കെ എത്ര കൊല്ലം മുമ്പ് പൗലോസ് പറയുന്നത്? ഒരുത്തനിൽ മനുഷ്യജാതി ഉളവാക്കി. അതിനും കാലങ്ങൾക്കപ്പുറത്താണ് മോശ വന്നത് ഉൽപ്പത്തിയിൽ. അതുവരെ ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കും മനുഷ്യൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. അവിടുന്ന് ഭാഷ കലങ്ങി ഇത്രയും ഭാഷകളുണ്ടായി. വ്യക്തതന്നോ? നമ്മൾ വായിക്കുന്ന പുസ്തകം എന്ത് മനോഹരമാണല്ലേ! അത് പഠിച്ചു വരും തോറും നമുക്ക് എത്ര ആഴങ്ങളാണ് കർത്താവിനതിലൂടെ തരുന്നത്. സ്തോത്രം. വീണ്ടും നമുക്ക് അടുത്തിലേക്ക് പോയി. ഇപ്പം നമുക്ക് അത്യാവശ്യം ബാബിലോണിനെ കുറിച്ചായി. ഈ സ്ഥലത്തെ വെറുക്കാൻ കാരണം ആദമുഖവുമാർ ജീവിച്ചിരുന്ന മനോഹരമായ സ്ഥലം പിൽക്കാലഘട്ടത്തിൽ ബഹുദൈവ ആരാധനയ്ക്ക്, തെറ്റായ പ്രവണതകൾക്ക്, ആഘോഷത്തോളം എത്തുന്ന ഗോപുരത്തിൻ്റെ നിർമ്മിതിക്ക്, ഈ പറയുന്ന നിമ്രോദിൻ്റെ തിന്മകൾക്ക് ഒരു വിളനിലമായി മാറി. ഇങ്ങനെ ഇത് അശുദ്ധാത്മാക്കളുടെ തടവറയായി, ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി, മർമ്മം മഹതിയ ബാബിലോണായി. ഒരു കാര്യം കൂടി പറഞ്ഞു അല്പം മുഷിപ്പിക്കുന്ന ആ ചരിത്രം വിട്ടേക്കാം. ഇനി ഈ നിമ്രോദിനെ പറ്റിയുള്ള ഗിൽഗമേഷ് പുരാണത്തിൽ മുമ്പ് പറഞ്ഞ ഇവിടെ രാജാവ് ഒരു പുരാണം എഴുതി ഇയാളെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു. അത്യാവശ്യം കാര്യം പറഞ്ഞു വിടാം. ഇവിടെ ഈ മനുഷ്യൻ കുറേ നാൾ കഴിഞ്ഞ് കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ മാംസം മുറിച്ചെടുത്ത് പല വഴിക്ക് കൊടുത്തു. അതിനെക്കുറിച്ചാണ് സ്ത്രീകൾ വിലപിച്ച് കരയുന്നത്. നമ്മൾ എസെക്കിയേലിലൊക്കെ 8-9 ഒക്കെ പഠിച്ചു വരുമ്പോൾ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകളെ കണ്ടു, ഏങ്ങലടിച്ച് കരയുന്ന സ്ത്രീകളെ കണ്ടു പ്രവാചകൻ. അപ്പോൾ ഈ പ്രവണത പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ മരിച്ചു, ഭാര്യ അവശേഷിച്ചു. അവൾ കാലം വരെ കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അത് വിവാദമായപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ കുഞ്ഞ് ഒരശുദ്ധ സന്താനമൊന്നുമല്ല, സാക്ഷാൽ നിമ്രോദ് അല്ലെങ്കിൽ ബാൽദേവൻ തിരുപ്പിറവി ചെയ്തതാണ്. ഈ കുഞ്ഞാരാണ്? ബാൽ. അപ്പോൾ അവളെ തെറ്റിനവൾ ഇത്തരമൊരു സാധൂകരണം കൊടുക്കുകയും ജാരസന്തതിയായ കുഞ്ഞിനെ നിനസെന്ന് പേരിടുകയും തന്നെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഈ കുഞ്ഞിരിക്കുന്ന അല്ലെ കിടക്കുന്ന ചിത്രം കോട്ടയിലോ സ്വർണത്തിലോ ശിലയിലോ ചുണ്ണാമ്പ് കല്ലുകളിലോ കൊത്തിയെടുത്ത് 86 പരം യാഗപീഠങ്ങൾ എടുത്തിട്ടുണ്ട്. 136 ക്ഷേത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇത് പ്രതിഷ്ഠിച്ചു. അതിൽ കണ്ടേക്കാം, പുരാവസ്തു കിട്ടി ഇത്രയാ. ഇവിടെ എല്ലാം ഇത് പ്രതിഷ്ഠിച്ചു. ഇവർക്ക് ഈ അനുഗ്രഹവും അധികാരവും കൊടുത്ത് സൂര്യനാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇവരുടെ മുഖത്തിനു ചുറ്റും ഒരു സൂര്യന്റെ പ്രഭാവലയവും ഇതേ വിധത്തിൽ സൃഷ്ടിച്ചു. ഓറാൻ നമ്മൾ പറയുന്നത് ഈ ദൈവങ്ങളുടെ എല്ലാം ചുറ്റും ഒരു മുഖത്ത് അല്ലേ? ഈ പടമൊക്കെ വരച്ചു വെച്ചിട്ട് ഈ മഞ്ഞക്കളറിൽ എന്താകും സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കുമ്പനാടും അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് പോലും ഇങ്ങനെ മഞ്ഞക്കളർ കൊണ്ട് ദൈവമായ ആൾക്കാരുണ്ട്. ആ കളർ കൂടില്ലുള്ള സ്ഥിതി ആലോചിച്ച്, ചുറ്റും ഒരു മഞ്ഞ വെച്ചിരുന്നില്ല സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ പുറത്ത് പ്രസംഗിച്ചപ്പോൾ അവരെ വലിയൊരു കോട്ടയിലാണ്. ഒരാൾ കിടന്നങ്ങ് വില്ലിക്കുക. ഞാൻ ഈ ചരിത്രമൊക്കെ പറഞ്ഞപ്പോൾ
തീരുമാനമായപ്പോൾ ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ പൊയ്കയെല്ലാം കൂടെ ഒഴുകി തീ പൊയ്കെ ചേരും, മാനാന്തരപ്പെട്ടോണമെന്ന് പറഞ്ഞു. ചെറിയ പൊയ്കകളില്ലേ, എല്ലാം ഒഴുകി ലാശം എവിടെ ചെല്ലും? തീപ്പൊയ്കയിൽ. മനസ്സിലായോ? അധികം മനസ്സിലാക്കാതിരിക്കുക എന്നല്ലേ. ഇത്തരം ദൈവങ്ങൾ പണ്ട് മുതലേ എവിടെ ഉണ്ടായിരുന്നു? ബാബിലോൺ അടക്കമുള്ള സ്ഥലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. ആ ദൈവങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഈ സ്ത്രീയും ദൈവമായി. ക്രമേണ ഈ കുട്ടിയെയും ഈ അമ്മയെയും കുഞ്ഞിനെയും ആരാധിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരായി. ഇത് കാണാനിപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ, ബ്രിട്ടീഷ് മ്യൂസിയത്തിലൊക്കെ ചെന്നാൽ ഈ പഴയ ശില്പത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, എക്സ്കവേറ്റ് ചെയ്തെടുത്ത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി ഇത് കാണാൻ നിർവാഹമില്ലാത്തവരവിടെ ഇരുന്നും പോകണമെന്നില്ല. തൊട്ടടുത്തടുത്ത ജംഗ്ഷനിൽ ഒരപ്പനും അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ ഇരിക്കുന്ന രൂപവും ഭാവവും ഒക്കെ കണ്ടാൽ ബൈബിൾ പഠിച്ച നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് ഔസേപ്പല്ല, അത് മറിയോ അല്ല, അത് ഉണ്ണിയല്ല. എവിടുന്ന് വന്ന സാധന? അവിടെ നിന്ന് സംഗതിയാണ്. ഇതിനാ വെളിപ്പാട് പുസ്തകക്കാരൻ പറഞ്ഞത്, എൻ്റെ ജനമായുള്ളവരെ അവളെ വിട്ടുപോരാൻ ഭാഗ്യം ലഭിച്ച ചിലരെങ്കിലും ഇടിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവളെ വിട്ടിറങ്ങിയപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയെങ്കിലും ഇന്നിപ്പോൾ ഒറ്റയ്ക്കൊന്നും അല്ല. ഒറ്റപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം അറിയോ? ഭൂമിയിൽ 5 വൻകരകളിലും ബന്ധുമിത്രാദികളുള്ളവരല്ലേ നമ്മൾ ഈ പെന്തിക്കോസിൻ്റെ ദോഷമാക്കി മുഴുവൻ കേൾക്കുന്ന ഗുണം ഒന്ന് ചിന്തിച്ച് സത്യമല്ലേ? ഭൂമിയുടെ 5 വൻകരകളിലും നേരാമണ്ണം പോകുന്നൊരു ദൈവമകന് ഒന്നും പേടിക്കാനില്ലാത്ത വിധത്തിൽ നമുക്ക് വലിയ ബന്ധുവലമാണ്. നിത്യതയിൽ ചെന്നാൽ പിന്നെ ഹല്ലേലൂയ. സത്യത്തിൽ ആലോചിച്ച് നോക്കി, ഇതിനൊക്കെ തക്കതായിട്ട് നമ്മൾ ആരാണ്? നമ്മളൊന്നും അല്ലെന്നേ. ദൈവത്തിൻ്റെ കൃപയാണ്, കാരുണ്യമാണ്. വണ്ടി ബ്രേക്ക് ഡൗണായി കിടക്കട്ടെ, 5 മിനിറ്റ് ഉള്ളിൽ വരും നമ്മുടെ ഒരു സഹോദരൻ. നമ്മളെ കാണുമ്പോഴറിയാം, ദൈവാസന എന്താ സഹോദരൻ, എന്താ പ്രശ്നം പറ. ഞങ്ങളുടെ ചർച്ചിൽ കുറേ സഹോദരങ്ങൾ യാത്ര പോയ വഴി ആക്സിഡൻറ്റിൽ പെട്ടു. പെട്ടെന്ന് ആൾക്കാരുണ്ട്, മെഡിക്കൽ കോളേജിൽ ചെന്നു. പരിചയപ്പെട്ട് ഒരു മക്കളാ, എളിയ ദാസനായ എൻ്റെ പേര് പറഞ്ഞ് ഇന്നെടുത്താണ് കൂടുന്നത്. പിന്നെ ഒന്നും അറിയണ്ട, ഭക്ഷണം അറിയണ്ട, വസ്ത്രം അറിയണ്ട, ഭയങ്കര കെയറാ. എന്താ കാര്യം? ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മളാക്കാ തോന്നി നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മളൊരു വലിയ സൈന്യത്തിൻ്റെ കൂടെ, വലിയൊരു നിരയിലാണ്, വലിയൊരു സേന. അത് ചലനാത്മകമാണെന്നല്ലേ? സ്തോത്രം. അസൂയപ്പെടുത്തുന്ന അനുഭവം അത്. ഒറ്റയ്ക്ക് വിട്ട് കർത്താവിന് തിരിച്ചവരൊക്കെ ഇറങ്ങുമ്പോൾ കല്യാണം പല പല കാര്യങ്ങൾ പറഞ്ഞ് മടിപ്പിച്ചെങ്കിലും എത്ര അന്തസ്സോടെയാണ് ദൈവം നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി വഴിയൊരുക്കിയത്. ഹല്ലേലൂയ. എത്ര ആഭിജാത്യത്തോടു കൂടിയ കുഞ്ഞുങ്ങളെ ഇന്നാ നമുക്ക് വലിയ നിലയൊക്കെ ഉണ്ടായതിൽ. ആദ്യം പിതാക്കന്മാർ ഒറ്റയ്ക്ക് കുമ്പനാടും പരിസരത്തും പൂവത്തൂരും ഒക്കെ ഇറങ്ങിത്തിരിച്ചൊരു കാലത്ത് അനുഭവിച്ച വേദനയുണ്ട്. അവിടെയൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകും നമ്മളെ ദൈവം കൺമുമ്പ് വരുത്തിയ മാറ്റത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതായിരുന്നെന്ന്. ഹല്ലേലൂയ. ബാബിലോൺ വിട്ടിറങ്ങിയപ്പോൾ ഒരു മഹാനഗരത്തിൽ നിന്നൊന്നും തോന്നി വന്നില്ല. പോട്ടെ, നമുക്ക് ഒത്തിരി നേരം ബാബിലോണിൽ നിൽക്കാൻ സമയമില്ല. ഇപ്പോൾ അവരെ ആ ചക്ര ഏതാണ്ട് പിടികിട്ടിയോ? എന്തിനാണ് ദൈവത്തിന് ഇത്രയും വെറുപ്പെന്നൊക്കെ മനസ്സിലായല്ലോ. ഞാൻ സമയത്തിലധികം അവിടെ കിടന്ന് കറങ്ങി. ഇനി അവിടെ നിന്ന് പോരണം. വെറുതെ പോരാൻ പറ്റില്ല. നമ്മളൊരു കാർന്നവരവിടെ ഉണ്ട്. അപ്പച്ചനെയും കൂട്ടിക്കൊണ്ടേ പോരാനൊക്കെ ഉള്ളൂ. സന്തോഷമല്ലേ? വേറെ ആരുമല്ല, നമ്മുടെ അബ്രഹാം. കാരണം എന്താ? അബ്രഹാം ജീവിച്ചിരുന്ന ഊർപട്ടണം അവിടെയായിരുന്നു. ഈ ഊര് അടുത്ത കാലത്ത് ബൈബിൾ ഗവേഷകർ എക്സ്കവേറ്റ് ചെയ്തു. ഇത്രയും പ്ലാൻഡായ സിറ്റി, നമുക്ക് ഈ പ്ലാൻ സിറ്റികളെ പറ്റി അറിയില്ല. ഇന്ത്യയിലെങ്ങാണ്ട് ഈ പോണ്ടിച്ചേരി മാത്രമേ ഉള്ളെന്നാണ്. ചണ്ഡീഗഡ് പ്ലാൻഡ് സിറ്റി ഇല്ല ഇവിടെ. കാരണം ഇങ്ങനെ വലിയ അമ്പരചുംബിയായ ഒരു കെട്ടിടം കാണും. അതിൻ്റെ അടുത്ത് കുട്ടപ്പൻ്റെ മുറുക്കാങ്കട, അതിൻ്റെ അപ്പുറത്ത് മാരുതിയുടെ ഒരു ഷോറൂം, അപ്പുറത്തോട് മാറി കുഞ്ഞമ്മയുടെ തട്ടുകട. എന്നിട്ട് പറയാം, അത് മാറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ പണി പോവും, അതേ വിളിക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും അവിടെ ഇരിപ്പില്ലേ. ഇനിപ്പുറത്തൊരാൾ മത്തി വിൽക്കുന്നു, മീരാങ്കാക്കട മത്തിക്കട അതിൻ്റെ അപ്പുറത്ത്. ഇതൊക്കെയാണ് നമ്മുടെ
ഒരു പൊതു രീതി അല്ലേ? പോട്ടെ. പ്ലാന്റ് സിറ്റി ഇല്ല. പക്ഷേ അന്ന് അബ്രഹാമിൻ്റെ കാലത്തെ സിറ്റി കണ്ടപ്പോൾ അത് പ്ലാന്റ് സിറ്റിയാണ്. ഒരു പ്ലാന്റ് സിറ്റിയുടെ പ്രത്യേകത വഴി, രണ്ട് ഈ ഡ്രെയിനേജ്, പ്രോപ്പറായ ഡ്രെയിനേജ്, ദൂരെ മാലിന്യം പോയി കിടക്കാൻ ഉള്ള അത്രയും നമ്മുടെ വാസസ്ഥലത്തു നിന്നൊക്കെ അകലെ മാലിന്യം സംസ്കരിക്കുക. പിന്നെ ഇതിനകത്ത് ധാന്യപ്പുരകൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, അളവ് തൂക്ക പാത്രങ്ങൾ, സർവോപരി വസ്തുവിൻ്റെ ആധാരം എഴുതിയിരിക്കുന്നത് ഈ കണിമണിലുമൊക്കെയാണ്. ഇതെല്ലാം കണ്ടുകിട്ടി. ഈ ബൈബിൾ കാലഘട്ടത്തിലെ ഒപ്പിടിയിലും ആധാരം വെക്കണ്ടോ? ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ ഇരമ്യാവ് ഒന്ന് സ്ഥലം വെച്ചിട്ട് ഒപ്പിട്ടെന്നും സാക്ഷി വരുത്തിയെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? യോവിൻ്റെ ദിവസം പറയാം, മുദ്രയ്ക്ക് കീഴിലെ അരക്ക് എന്ന വണ്ണം. കണ്ടോ, ഒക്കെ വെക്കുന്ന പണി അന്നേ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. വീണ്ടും മനസ്സിലാകും, ബൈബിൾ കാലത്തിന് ചേർന്നാണ് ഈ സംസാരിച്ചു വരുന്നത് അല്ലേ? വസ്തുതകൾ പറഞ്ഞാണ് വരുന്നത്. ഇതിനകത്ത് അതിശയോക്തിയൊന്നും ഇല്ല, ഇല്ലാത്ത കാര്യമൊന്നും അല്ല പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ബാബിലോണും പരിസരമൊക്കെ പഠിച്ചിങ്ങോട്ട് വരുമ്പോൾ അബ്രഹാം പുറപ്പെട്ടു പോകുന്ന സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടെ ഇതുപോലെ ധാരാളം ദൈവങ്ങൾ. ഈ സ്ഥലം നാനാർ എന്ന് പറയുന്ന ഒരു ചന്ദ്രദേവതയ്ക്ക് സമർപ്പിച്ച സ്ഥലമാണ് നാനാർ. നാനാർ എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടേമിയയിൽ ഒരു വിഭാഗം ആളുകൾ ഈ ചന്ദ്രനെ ബഹുമാനിക്കും, ബാലിനെ അല്ല. കാരണം ഈ ചൂടും പകലത്തെ ആ വെളിച്ചമൊക്കെ ഇവർക്ക് ഭീകരമാണ്. ഈ ചൂട് ഭയങ്കരമാണ്, മരുഭൂമിയല്ലേ. അതുകൊണ്ട് പകൽ അവരൊരു വലിയ രാക്ഷസഭാവവും, രാത്രി കുളിർമയുടെ സാന്ത്വനത്തിൻ്റെതാണ്, രാത്രി അവർക്കൊരു ദൈവിക ഭാവമായിരുന്നു. അപ്പം ചന്ദ്രനും പൗർണമിയൊക്കെ ഉള്ളത് ഒരാവാസം. അങ്ങനെയാണ് ഈ ചന്ദ്രനാണ് അവർക്ക് ദൈവം. നാനാർ എന്നാണ് പേര്. ഓക്കെ, ഇതാണ് ഇന്ന് ഈ നാനാർ പല രൂപത്തിൽ. വാദ എന്നൊരു ദേവനാൻ നാനാറിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഹുബാൽ എന്നൊരു ദേവനുണ്ടായിരുന്നു. ഈ ചന്ദ്രൻ്റെ പഴയ പേരാ ഹുബാൽ, വാദ്, നാനാർ. ഇതിനെയാണ് അൽ ലാഹ് എന്നുള്ള ഖുറൈശികളുടെ ദേവനും ഈ ലാഹാണ്. ഓക്കെ, മറ്റേ ഈ തേങ്ങാപ്പൂളൊക്കെ ഉണ്ടല്ലോ, തേങ്ങാപ്പൂളെന്നുള്ള എൻ്റെ ഒരു ലാംഗ്വേജാണ്. ഞാനൊരു നാടൻ മനുഷ്യനായതുകൊണ്ട് പറഞ്ഞാണ്. ആ സാധനമില്ലേ മനസ്സിലാകാൻ. പച്ചക്കകത്തെ തേങ്ങാപ്പൂള്, വെള്ളം, ഇതെല്ലാം എവിടുന്ന് വരുന്നതാണ്? സൗകര്യമാർക്ക് മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ ഇതൊക്കെ വന്ന വഴിയതാ ഇവിടെ. ഈ പിന്നെ അബ്രഹാം ജീവിച്ചിരുന്ന ഊർപ്പട്ടണം. ഈ ഊർപ്പട്ടണത്തിൽ വലിയൊരു സമ്പന്നനായിരുന്നു. 318 അഭ്യാസികളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മുഖ്യമന്ത്രിയിലേ പോകുമ്പോൾ കുറേ പോലീസുകാരൊക്കെ നമ്മൾ പറയുക, കണ്ടോ ഇങ്ങനെ പോകുന്ന കണ്ടോയെന്ന് ചോദിക്കുമ്പം നമ്മുടെ എങ്ങനെയായിരുന്നു ആലോചിച്ച് നോക്കി. 318 അംഗരക്ഷകർ സംഭവമായിരുന്നു. അതുപോലെ സമ്പന്നനായിരുന്നു. ഒരു ദിവസം തമ്പുരാൻ്റെ ശബ്ദം ഇതൊക്കെ കളഞ്ഞിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. ആ ഒറ്റ ദൂതിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ. ആ മനുഷ്യൻ കേട്ട ഒറ്റ ദൂത വചനത്തിൻ്റെ ഒരു ശക്തി ഉണ്ടോ? ആ തുടങ്ങിയ യാത്രയാ ഇവരെ അങ്ങ് ചെന്നില്ല അല്ലേ? ഇതെല്ലാം കളഞ്ഞിട്ട് കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്നു. ഇവരുടെ സമ്പത്തും എല്ലാം കളഞ്ഞു. ഒരു വരവാ. ഇങ്ങനെ വന്ന അബ്രഹാം വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര മധ്യേ ഈ ആടുമാടുകളും മൃഗസമ്പത്തും ഒക്കെ ഉണ്ട്. നല്ല മാന്യനായ മനുഷ്യൻ. അതാണ് ഈ സോദോം രാജാവിനെ യുദ്ധത്തിൽ സഹായിച്ചു കഴിഞ്ഞ് പുള്ളി ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. മേടിച്ചോ? ഇല്ല. ഒരു മാന്യൻ്റെ ലക്ഷണം അത്. അൺവാണ്ടഡായ ഒരു ഗിഫ്റ്റും നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല അല്ലേ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവഹിതമില്ലാത്തൊരു ഗിഫ്റ്റ്, താൽക്കാലികമായൊരു സന്തോഷമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല. ദൈവപദ്ധതിയില്ലാത്ത ഒരു നാണയവും, ദൈവപദ്ധതിയില്ലാത്ത ഒന്നും ഒരു അനുഗ്രഹം എന്ന പേരിൽ കൈവന്ന് കിട്ടരുത്. കാരണം അത് ഗുരുതര പ്രശ്നമാണ്. ഇബ്രാഹിം പറഞ്ഞ കൂടെ വന്ന ചെറുപ്പക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നീ കൊടുത്തല്ലോ, അത് മതി. അടുത്ത അമ്പരിക്കുന്നത്, നീ തന്നിട്ട് അബ്രഹാം സമ്പന്നനായി എന്ന് പറയാതിരിക്കേണ്ടതിന് നിൻ്റെ ഷൂ കെട്ടുന്ന ആ ലൈസ് പോലും എനിക്ക് വേണ്ട. എന്ത് നിലപാടല്ലേ? അത് കളഞ്ഞു. പക്ഷെ ആ അധ്യായം തുടങ്ങുന്ന ആവേശത്തിലാണ്. ദൈവത്തിനങ്ങ് സന്തോഷമായി.
നമ്മൾ ഉണരുമ്പോൾ നമുക്ക് ആനന്ദമുള്ളതല്ല, ദൈവത്തിനൊരു ഉണർവുണ്ടാകും തിരിച്ച് നമ്മുടെ നില നീക്കം. കർത്താവ് പറയാണ്, അബ്രാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. അങ്ങനെ അടുത്ത അധ്യായം തുടങ്ങുന്നത്. കഴിഞ്ഞ അധ്യായം തിരിഞ്ഞെടുത്ത് പറയാ, നിന്റെ ചെരുപ്പുവാറാകട്ടെ നീ തന്നിട്ട് ഞാൻ നന്നായി എന്ന് പറയാൻ എനിക്കൊന്നും വേണ്ടെന്ന് അങ്ങോട്ട് പറയും. ദൈവം പറയാ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ആ ബലത്തിൽ ആ രാഷ്ട്രം ഇന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുക, ഉദ്ദേശിക്കുന്നില്ല. ഹല്ലേലൂയ. കൊല്ലപ്പണി ചെയ്യുന്ന സഹോദരന്മാരുടെ ആ സ്ഥാപനം പോയി കാണണം. മനുഷ്യൻ്റെ പണിശാലയിൽ ഷെയ്പ്പ് പോലെ ചുറ്റിയുണ്ട്, ഒരു വലിയ ഇരുമ്പും കീടം കിടപ്പുണ്ട്. ചുറ്റിയുടെ ഷെയ്പ്പെല്ലാം പോയി. അത് ചുറ്റിയാണോന്ന് പോലും തോന്നില്ല. അതിങ്ങനെ കവിളെല്ലാം ഒരുമാതിരി തേഞ്ഞ് ഒരു പരുവായി. ആ അടി കിട്ടിയ കല്ല് അവിടെ കിടപ്പുണ്ട്, കല്ലിനൊരു കുഴപ്പമില്ല. വർഷങ്ങളായുള്ള അടിയാണ്. അവസാനം ചുറ്റിയോ പറയുക, ഞാൻ വർഷം കുറേ അടി തുടങ്ങിയിട്ട് സ്വയം തീർന്നല്ലാതെ അടകല്ലിനെ തൊടാൻ പറ്റില്ല. ഇതുപോലെ ഇസ്രയേൽ എത്ര രാജ്യങ്ങൾ പൊരുതി നിന്നല്ലേ. എന്തെല്ലാം സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഒരു ചെറിയ രാജ്യം വട്ടം തിരിഞ്ഞ് 16 രാജ്യം ഒന്നിച്ചടിച്ചിട്ടും ഏകാത്ത കരുത്ത ആ വാഗ്ദത്തത്തിൻ്റെ ശക്തി. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. ഹല്ലേലൂയ. പിന്നെ അടി കിട്ടുന്നതിൻ്റെ കാരണം അറിയോ? ദൈവം അനുവദിക്കുമ്പോഴാണ്. നമുക്കും അതാണ്. ആ വാഗ്ദത്തം നമുക്കും ഉണ്ട്. നമ്മളെ വെട്ടി കൊണ്ട് ഇണച്ചെന്നാണ്. ഗ്രാഫ്റ്റ് മീ ടു ദ റൂട്ട്. ആ റൂട്ടിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയപ്പോൾ അതിൽ ഇമ്മ്യൂണിറ്റി കൂടില്ല നമുക്ക്. ഹല്ലേലൂയ. അത് ഭൗതികമായ അർത്ഥത്തിൽ മാത്രമല്ല. കാരണം ആത്മമണ്ഡലത്തിലെ പോരാട്ടങ്ങളെ നേരിടുന്ന പാകിസ്ഥാനെ ഇന്ത്യ ജയിക്കുന്നതിലും വലുതാണ് ആത്മമണ്ഡലത്തിലെ പോരാട്ടം. അനുഭവിക്കുന്നവർക്കറിയാം എൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. നമുക്ക് ഈ ആദ്യമൊക്കെ പോരാട്ടമാണ്, ദുഷ്ടൻ്റെ പോരാട്ടമാണ് നിൽക്കുമ്പോൾ ചിരി വരികയായിരുന്നു പിള്ളേരായിരിക്കുമ്പോൾ. അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രത്യേകത അല്ലേ. എന്ത് അവനെയൊക്കെ പടപൊരുതി ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഇത് ഈ നമ്മുടെ ശരീരത്തിൽ കർത്താവ് തന്നിരിക്കുക ഇതിനുള്ള ഒരു മെക്കാനിസം. ബ്രാഹ്മനെ അയച്ചു. ഇത്രയും പേരുമൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് രാജാക്കന്മാർ വഴി തടഞ്ഞു. ഇതൊഴിയാൻ പറ്റില്ല, ഞങ്ങളൊന്ന് പൊക്കോട്ടെ. കണ്ടോ, ഈ യാത്ര തടഞ്ഞു. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ വലിയൊരു അബദ്ധം കാണിച്ചു. നമ്മുടെ വിമാനമൊന്നും അതിലെ കയറ്റി വിടുക. മോഡി പറഞ്ഞു വേണ്ട, ഇതിലേ ഞങ്ങൾക്ക് മാറിപ്പോം. പക്ഷെ കുഴപ്പം പെർ ഡേ $1,00,000 നഷ്ടമാണ് ഇപ്പോൾ പാകിസ്ഥാന്. അവരെ കാണിച്ചെല്ലാം വിവരക്കേടാണ് അല്ലേ. വിനാശകാലേ ഇസ്രയേലാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, വിശ്വസ്ത പങ്കാളിയായിട്ട് കൂടെ നിൽക്കുന്നത്. അടുത്ത് വരാൻ പോകുന്നത് ഇതിപ്പോൾ സത്യത്തിൽ നമ്മൾ തന്നെ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചേണ്ട അവസ്ഥ. ഇന്ന് കേൾക്കുന്ന ലാസ്റ്റ് ആ ബോർഡറിൽ നിന്നല്ല ഇവർ പോയെന്ന് മാറിക്കൊടുത്തു. എന്താ ഇതിൻ്റെ അവസ്ഥ? അപ്പോൾ ഇതിന് മനസ്സിലാക്കണ്ടേ, ഈ കരുത്ത്. ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യം, കേരളത്തിൻ്റെ പാതിയിലധികമുണ്ട്. ട്രിവാൻഡ്രം ടു തൃശ്ശൂർ വരെയുള്ള അത്രയും വലിപ്പമുണ്ട്. എന്തൊരു പ്ലാനിങ് അവരുടെ. മര്യാദയ്ക്ക് പോകുന്നൊരു രാജ്യം അത് നാളെയൊക്കെ നമുക്ക് പറയാം, കുഴപ്പമില്ല. അപ്പോൾ ഈ രാജ്യത്ത് ഇതിൻ്റെ എല്ലാം പൂർവികനായ അബ്രഹാം വാഗ്ദത്വം കൊണ്ടായി വരുന്നേ. ഈ വരുന്ന വഴിക്ക് 10 രാജാക്കന്മാർ തടഞ്ഞു, ഇതിലേ പോകരുത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ താമസിക്കില്ല, വഴി ഇല്ലെന്ന് പോട്ടെ, പോകല വിടുകല. അബ്രഹാം പൊരുതി. രാജാവല്ലാത്ത അബ്രഹാം, ഒരു ജനനായകൻ മാത്രമായ അബ്രഹാം, പിൽക്കാലത്ത് ഒരു കുലത്തിൻ്റെ മുഴുവൻ അധിപതിയൊക്കെ ആയെങ്കിലും ആ പോകുന്നതിൽ ഒരു ചെറിയ സേന, അവരാടുമാട് ഒക്കെ ആയിട്ട് പോവാ. 10 രാജാക്കന്മാരെയും നിശേഷം തോൽപ്പിച്ച് ജയാളിയായി അങ്ങ് യെരൂശലേമിലെത്തി. എന്താ മനസ്സിലായി? വാഗ്ദത്തം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ 10 അല്ല 100 പേര് വഴി തടഞ്ഞാലും, 1000 പേര് വഴി തടഞ്ഞാലും, 10,000 പേര് വഴി തടഞ്ഞാലും നമ്മളവിടെ എത്തും. ഇതൂതും കൊണ്ടേ പോകാവുള്ളൂ കേട്ടോ. അല്ലാതെ ഉള്ള പോലെ ജീവിക്കാതെ നല്ലതേ. ദൈവം നമ്മുടെ സ്ഥിതിയെ മുഴുവൻ അങ്ങ് മാറ്റും, നമ്മുടെ ചിന്തകളെ മുഴുവൻ മാറ്റും. അതിന് സ്ഥിതിഗതികളൊന്നും ഒരു തടസ്സമല്ലെന്ന് നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ. സ്തോത്രം. 10 രാജാക്കന്മാരെ നിശേഷം തോൽപ്പിച്ച് അംഗീകരിക്കുമ്പോൾ അവിടെ മൽക്കീസദേക്ക് തൻ്റെ യുദ്ധത്തിൽ പടപൊരുതി കിട്ടിയതിൻ്റെ ദശാംശം അബ്രഹാം കൊടുത്തു. ആർക്കാ? മൽക്കീസദേക്കിന്. ഇത് വച്ചിട്ടാണ് എബ്രായനക്കാരൻ പറയുന്നത്, കൊടുക്കുമ്പോൾ അബ്രഹാമിൽ ലേവിയും ഉണ്ടായിരുന്നു, ആ ജനസിലെ ജീനിൽ ഉണ്ടായിരുന്നു. അവൻ
ലേവി കൂടി ദശാംശം കൊടുത്തപ്പോൾ ദശാംശം വാങ്ങുന്ന ആള് ശ്രേഷ്ഠനും കൊടുക്കുന്ന ആള് ചെറുതും. മനസ്സിലായോ? വിശേഷത അംഗീകരിക്കുകയല്ല നമ്മളീ പറയാം. കേട്ടോ വാസേ, കേട്ടോ ചാ, അവർക്കിതുവരെ ഇത് മനസ്സിലായിട്ടില്ല അല്ലേ? ആ കേട്ടോ, ദേവാസന്മാർക്ക് മനസ്സിലായി അല്ലേ? ആ ദശാംശം മേടിക്കുന്ന ഞാൻ സണ്ണിച്ചാനും ഒക്കെ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി, അല്ലേ? വരുന്നവർ വരുന്ന സണ്ണിച്ചാനെ പാസേ എന്ന് വിളിക്കാം. ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ജോറിറ്റി സാറും ഉണ്ട്, MP ജോറിറ്റി സാറും എല്ലാം ഉണ്ട്. മനോഹരമായ യാത്രയാണ്. വരുന്നവർ പാസേ എന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങളിവിടെ 2 പേരുണ്ട്, ഞങ്ങളെ അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ദശാംശം ഇതെല്ലാം കൊടുത്തു. അപ്പോൾ ലേവി ഇത് അബ്രഹാം മൽക്കീസേദെക്ക് കൈപ്പറ്റി അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ചിലരൊക്കെ നമ്മളെ അനുഗ്രഹിച്ചാൽ ഒരു മഹത്തായ അനുഭവമാണ്. എത്ര അഭിഷിക്തന്മാരുടെ കരം നമ്മുടെ തലമീതെ വെച്ചിട്ടുണ്ടല്ലേ? സ്തോത്രം. അനുഗ്രഹമല്ലേ സത്യത്തിൽ തിരിഞ്ഞു നോക്കി. നമ്മൾ ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ അല്ലേ? എത്രയോ ദൈവദാസന്മാർ, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഈ പ്രവചനം, പല പ്രവചനങ്ങളെ തള്ളിക്കളഞ്ഞത് നമ്മൾ എല്ലാ പ്രവാചകന്മാരും മോശമാണെന്നൊരു മുൻവിധിയാണ് നമ്മുടെ എല്ലാവരും പരാജയം. അങ്ങനെ ധരിക്കരുത്. നമുക്കത് വിവേചിക്കാനുള്ള കൃപ വേണം കേട്ടോ. പക്ഷെ ഈ വാഗ്ദത്തമൊക്കെ അല്ലേ നമ്മളെ പിടിച്ചു നിർത്തിയേ? വീട്ടിലൊക്കെ വന്ന് പ്രവചിച്ച, ദൂത് പറഞ്ഞ, ഈ പ്രൊഫഷണലായിട്ട് വന്ന് തട്ടിപ്പ് സംഘത്തൊക്കെ വിട്, അത് പണ്ടുണ്ടല്ലോ. പക്ഷെ ദൈവം അയച്ച എത്ര ദൈവാസന്മാരുടെ ആലോചനകൾ, അതൊക്കെ നമുക്ക് ഗുണപരമായി. ആ ജയത്തിൽ നമ്മളീ നിൽക്കുന്നത്. നമ്മൾ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ അവരെന്ന് പറഞ്ഞ്, സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ ദൂതായി പറഞ്ഞതൊക്കെ കാലമേറെ കഴിഞ്ഞപ്പോൾ അനുഗ്രഹമായി നമ്മുടെ പക്കൽ തന്നു. നമ്മുടെ ദൈവം എത്ര വലിയവനാ. ഹല്ലേലൂയ. അപ്പോഴേ മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചു. അബ്രഹാമിന് ഇസാക്കുണ്ടായി, യാക്കോബുണ്ടായി, 12 മക്കൾ. നമുക്ക് സ്പീഡിൽ പോകണം. ചെന്ന് 14 തലമുറ കഴിഞ്ഞപ്പോൾ ഒരു മകൻ ദാവീദ്. എടുത്ത് വായിച്ചു. മത്തായി 1:17. മതി. ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, അവിടുന്ന് ക്രിസ്തു വരെ 14. മത്തായിയുടെ എഴുത്ത് കണ്ടോ? അതാണ്. ഈ മത്തായിയുടെ ജോലി എന്തുവായിരുന്നു? അന്നത്തെ കാലത്തെ അക്കൗണ്ടൻസി പഠിച്ചതിൻ്റെ ഗുണമാണ്. ജോസജാൻ അക്കൗണ്ടൻസിയാണ് പഠിച്ചതല്ലേ? അക്കൗണ്ടൻസിക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അല്ലെ, കൊമേഴ്സിന് പൊതുവെ ഒരു പ്രത്യേകത. ഇതിന് പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നും. പണ്ടത്തെ കൊമേഴ്സാണ് ഇപ്പോഴും പഠിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡായി, അങ്ങനെയൊക്കെ കുറേ കാര്യം വന്നു. ഡിജിറ്റൽ അത് സ്വാധീനം വന്നാലും വിഷയം പഴയതാണ്. കാരണം ഈ അക്കൗണ്ടൻ്റ് കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, ഗുണിക്കുന്നുമില്ല, ഹരിക്കുന്നുമില്ല. പിന്നെ പുള്ളി എന്തോ ചെയ്യുന്നത്? നമ്മളുടെ ചിലവ് അടുക്കി പിറക്കി നേരെ ആക്കി വെക്കുന്നു. നമ്മൾ ചായ കുടിച്ചത്, സിമെൻറ്റ് മേടിച്ചത്, പെട്രോൾ അടിച്ചതെല്ലാം കൂടെ ഓർഡറില്ലാത്ത പണിയായിരുന്നു. പുള്ളി ഓർഡറിൽ വെച്ചു. പുസ്തകം എടുക്കുന്ന പോലെ അല്ലേ? ഓർഡറിൽ വെച്ച് വൃത്തിയാക്കി, ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ, ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാകുന്ന വിധത്തിൽ, ആർക്കും ബോധ്യം വരുന്ന വിധത്തിൽ അടുക്കി റെഡിയാക്കി വെച്ചു. ഇതാണ് ആ ജോലി. സത്യത്തിൽ അതീവ ബുദ്ധിയും കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിലേ ഈ പണി പറ്റുള്ളൂ. ഒരു നല്ല ടെക്നിക്കാണ്. ശരിയല്ലേ? ഇതിനകത്തൊരു കുഴപ്പവും കൂടെ ഉണ്ട്. പൊതുവേ കൊമേഴ്സ് പഠിച്ചവർക്ക് ഇത്തരം ബുദ്ധിയാണെങ്കിൽ ലാംഗ്വേജ് കുറവാണ്. എന്നാൽ സാഹിത്യമായിട്ട് പിടി വരികയല്ല. ഗെറ്റ് വാട്ട് കംസ് ഇൻ, ഡെവിറ്റ് വാട്ട് ഗോസ് ഔട്ട്, മേനോൻ ആൻഡ് കമ്പനി പർച്ചേസിങ് ഗുഡ്സ് ഫ്രം. ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ നമുക്ക് മേനോൻ ആൻഡ് കമ്പനി പർച്ചേസിങ് ഗുഡ്സ് ഫ്രം ഇങ്ങനെ പറയത്തുള്ളൂ. പർച്ചേഷൻ കേൾക്കുമ്പോഴേ മനസ്സിലാവും ഒരു കൊമേഴ്സാണ് പഠിച്ചതെന്നല്ലേ. ആൻഡ് ഹീ വാസ്, അതൊക്കെ കേട്ടാലേ
ഈ തൊലി പൊളിച്ചെടുത്തായി സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം. അവർക്ക് സാഹിത്യം വഴങ്ങല. ചിലരുണ്ട് കേട്ടോ, സുമാർ അഴീക്കോടൊക്കെ കൊമേഴ്സ് പഠിച്ചിട്ടാണ് പിന്നെ മലയാളം പഠിച്ച ഗംഭീര പ്രസംഗരായി. ഇംഗ്ലീഷിലും മലയാളത്തിലും പോപ്പ് വരുമ്പോൾ അദ്ദേഹമാണ് സ്വാഗതം പറയുന്നത്. ഇംഗ്ലീഷും മലയാളം ഒരുപോലെ വഴങ്ങും അഴീക്കോട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞല്ല. ഏതായാലും ഇത്തിരി കട്ടിപ്പണിയാണ്, സാഹിത്യം വഴങ്ങുക. മത്തായിക്ക് കിട്ടേണ്ട ജോലി അക്കൗണ്ടൻ്റെ ജോലിയായിരുന്നു. ഈ പണമൊക്കെ കാര്യം ജനവൃത്തിക്ക്. തമ്പുരാൻ കൊടുത്ത പണി ജീവചരിത്രം. മത്തായി ഈ പണി ഏറ്റെടുത്തപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് ഓർത്തു. ദൈവത്തിൻ്റെ പദ്ധതി കേട്ടോ. അറിയാത്ത പണി ചെയ്യാനാ നമ്മളെല്ലാം വിളിച്ചേക്കുന്നത്. അറിയാവുന്ന പണി തരാനല്ല, അറിയാത്ത പണി. ഹല്ലേലൂയ. അറിയാവുന്ന പണി ചെയ്താൽ നമ്മൾ അഹങ്കരിക്ക് ഈസിയാന്ന് ഓർക്കും. അറിയാത്ത പണി ജാഗ്രത കൂടും. ഇത് സുവിശേഷവേലൊരു പ്രശ്നമേ. നമുക്കറിയാവുന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ വഴിക്ക് പോലും വിടത്തില്ല. വേറൊരു വഴിക്ക് തട്ടും. കാരണം യജമാനൻ തീരുമാനിക്കും ഞാൻ എവിടെ കിടക്കണം, എന്ത് ചെയ്യണോ. മത്തായിയുടെ ജാഗ്രത. എങ്കിലും ആ താലന്തുണ്ടല്ലോ, അത് പ്രയോജനപ്പെടുത്താനും കുഴപ്പമൊന്നുമില്ല, ഒരു വിഷയമില്ല. മത്തായി അങ്ങനെ അക്കൗണ്ടൻസി ആ കഴിവായി 1-ാം അധ്യായത്തിൽ വെളിവാക്കിയിരിക്കില്ല. നമുക്കല്ലോ എങ്ങനെ എഴുതാൻ പറ്റുമോ? അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, എല്ലാം പറഞ്ഞിട്ട് അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോന്യ പ്രവാസം വരെ 14, ബാബിലോന്യ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. അടുക്കും ചുറ്റൂടെ കണ്ടോ, വംശാവലി ഇറക്കി വെച്ചു. നല്ലൊരു വചനമാണ്. കാരണം അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ദാവീദിനെ പോലൊരു കൊച്ചുമകൻ ഉണ്ടാവുന്ന സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കൊച്ചുമകനെ കൊടുത്തു, ദാവീദ്. ആ ദാവീദ് ആരായിരുന്നു? ഇതുപോലൊരു വലിയ മനുഷ്യനുണ്ടോ? നമ്മൾ ഈ വിമർശിക്കും അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളെ, പക്ഷെ ആ ക്വാളിറ്റി കൂടി മനസ്സിലാക്കണം. ചിന്ത മുഴുവൻ ഈ ദാവീദ് ഒന്നും കൊള്ളത്തില്ല, ഈ മനുഷ്യരാരും ശരിയല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ശരിയെന്ന ഒരു ധാരണ. ഇതാരാ ഈ മനുഷ്യൻ? സത്യത്തിൽ ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ആലയത്തിന് വേണ്ട വസ്തുക്കളെല്ലാം സ്വരുക്കൂട്ടിയിട്ട് പറയുക, എൻ്റെ ദൈവത്തിനൊരാലയം, യാക്കോബിൻ വല്ലഭനൊരു നിവാസമുണ്ടാകും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കയില്ല. ഇത്രയും വലിയ മനുഷ്യനെ നമ്മൾ ഈ വിമർശിക്കുന്നത്. ആരാണത്? ഒരു വലിയ മനുഷ്യൻ. മറ്റത്വം ഭയങ്കര. നീ ശൗലിനെ കൊല്ലാൻ എത്ര തവണ അവസരം കിട്ടിയല്ലേ? നമ്മൾ ഈ ദാവീദിനെ വല്ലാതെ സ്നേഹിച്ചു പോകുന്നൊരു രംഗമാണ് ഈ ശൗലും യോനാഥാനും മരിച്ചു വീഴുന്ന രംഗം. വാർത്തയും കൊണ്ട് ചെറുപ്പക്കാരൻ കൂടി വരിക. വാർത്ത കേട്ടു, ശൗല് മരിച്ചു, യോനാഥാനും മരിച്ചു. തെളിവുകളായത്. നമ്മളാണെ അന്യഭാഷ പറഞ്ഞ് ചാടി ബഹളം വെച്ച് ഞാൻ ഓർത്താ ഇതെന്നും പറഞ്ഞു. നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. അന്നേരേ കിരീടം മേടിച്ച് തലയിൽ വെക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക, ഇവർ മരിച്ചു വീണ സ്ഥലത്തെ ശപിക്കുക. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങളില്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിൻ്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. ശൗലും യോനാഥാനും കഴുകനിലും വേഗവാന്മാർ. എന്നിട്ട് പറയുക, അവർ പിന്തിരിഞ്ഞോടിയില്ല എന്നെല്ലാം എന്നിട്ട് പ്രാർത്ഥിച്ചു പറയുക, ഇസ്രായേൽ പുത്രിമാരെ, ശൗലിനെയും യോനാഥാനെയും ചൊല്ലി കരവീൻ. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു. ഭരണപുരോഗതിയൊക്കെ പറയുക. എന്നിട്ട് പറയുക, യോനാഥാനെ പറ്റി പറയുകയാണ്. ഒത്തിരി രക്ഷ കൊടുത്ത ആളാണ് അദ്ദേഹത്തിന്. യോനാഥാനെ, എൻ സഹോദര, നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. അവൻ്റെ പെങ്ങള ഇവൻ്റെ ഭാര്യ. അവളെക്കാൾ നിൻ്റെ സ്നേഹം വിസ്മയമേറിയത്. ഇങ്ങനെ പാടിയൊരു മനുഷ്യൻ. ദാവീദിന്റെ അഭിമാനമല്ലേ അല്ലേ? ഒരു വലിയ മനുഷ്യൻ. അതറിഞ്ഞിട്ട് നമുക്കതറിയില്ല. അറിയാവുന്നവൻ യേശു വരുമ്പോൾ വിളിക്കുക, ദാവീദ് പുത്ര. കണ്ണറിയാത്തവൻ. കണ്ണ് തുറന്നിരിക്കുന്ന നമ്മളെക്കാൾ ഭാഗ്യവാനാ. കണ്ണടഞ്ഞിരുന്നവൻ വിളിക്കുക, ദാവീദ് പുത്ര.
കാരൻ തച്ചൻ്റെ മകനെന്ന് കണ്ണു തുറന്നവൻ വിളിക്കുമ്പോൾ കണ്ണറിയാത്തൊരുത്തൻ വിളിക്കുക, നീയാ ദാവീദ് പുത്രൻ. ഇത്രയും നല്ലൊരു അഡ്രസ്സ്. അപ്പോൾ ചരിത്രം പുരോഗമിക്കുക. ദൈവം വിളിച്ചാൽ, നമ്മളൊരു അനുഗ്രഹം പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അതിങ്ങ് വന്നുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ നേച്ചറാണ് അത്. സ്തോത്രം. ഇനി അവിടുന്ന് അടുത്തൊരു വാക്യം, അബ്രഹാം മുതൽ ദാവീദ് വരെ. അടുത്ത വചനം ഏതാ? ദാവീദ് മുതൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ അർത്ഥം ഇപ്പോൾ വായിച്ചതിൻ്റെ ദാവീദ് മുതൽ അതിൻ്റെ അർത്ഥം എവിടുന്ന് അബ്രഹാം വന്നേ? ബാബിലോണിലെ ഊരിൽ നിന്ന്. 14-ാം തലമുറയിൽ ആരെ കിട്ടി? ദാവീദിന്. അവിടുന്ന് ബാബേൽ പ്രവാസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പണ്ടേ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ട മണ്ണിലേക്ക് 28-ാം തലമുറക്കാരെ തിരിച്ചു ചെന്ന് പെട്ടെന്ന് പഴയ സ്ഥലത്ത്. മനസ്സിലായോ? എന്ന് നമ്മളെവിടെ ഇറങ്ങി തിരിച്ചോ അന്ന് മുതൽ നമ്മളെ പഴയ തട്ടകത്തിൽ കൊണ്ടിടാൻ പിശാചിങ്ങനെ പുറകേ വരും. അതിനായി ഞായറാഴ്ച നോക്കി കല്യാണം വരുന്നതും മിന്നുകെട്ടും താലികെട്ടും 28 കെട്ടുമൊക്കെ വരുമ്പോൾ പാസ്റ്ററും സെക്രട്ടറി ഒന്നും അറിയാതെ ചിലർ ഓടിപ്പോകുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിന് വരുന്ന ബാബിലോണിൽ കൊണ്ടിടാൻ ഉണ്ട്. കുടുംബയോഗം വരുമ്പോൾ, കുടുംബയോഗത്തിന് പോകുന്നതിന് കുഴപ്പമില്ല, മിക്കവാറും നമ്മുടെ കൺട്രോളില്ല, അതൊക്കെ വരും, പാസ്റ്റർമാരെയൊക്കെ കൺട്രോളിൽ. അങ്ങനായി അവിടെ സൂചിച്ചൊക്കെ പറയാൻ അവസരമുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ പൊതുവെ ദുരാചാരങ്ങളുടെ പഴയ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നിഴൽ പോലെ പിശാച് കൂടെ വരും. ചില ആൾ നിസാരമായ സംഭവം ഉണ്ടാക്കുമല്ലേ, ഇതിലും നല്ലതായിരുന്നു ഞങ്ങൾ നിന്ന സ്ഥലം, തീർന്ന് പിന്മാറ്റം തുടങ്ങുകയാണ്. ഇവിടെ ആരണ്ട് ബോംബിടുകയാണോ? മനുഷ്യൻ കൂടുതൽ ചെറിയ അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടെന്ന്. അത് പരിഹരിച്ച് കുടുംബത്തിൽ പോകണം. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ പോയി കിടക്കണം. അതെന്തൊരു സ്വഭാവം! ചില ആൾ നമ്മുടെ കൂടെ നിന്ന് മുഴുവൻ ആനുകൂല്യവും സകല സുഖങ്ങളും കൈപ്പറ്റി അവസാനം പെന്തിക്കോസ് കൊള്ളത്തില്ല, ഒരൊറ്റ പോക്ക. ഇങ്ങനെ മനുഷ്യരുണ്ട്. ഇതൊന്നും കൊള്ളത്തില്ല. നിന്ന് നോക്കാം. നമ്മൾ ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ കുറവുണ്ട്. ഇവിടെ കുറവുള്ള മനുഷ്യൻ്റെ കൂട്ടമാണ്. എല്ലാം തികഞ്ഞവരുടെ കൂട്ടമല്ല ഇത് കേട്ടോ. ദൂതന്മാർ മാത്രം കൂടുന്ന സ്ഥലമല്ല ഇത്. ഇത് കുറ്റമുള്ള മനുഷ്യരുടെ, കുറവുള്ള മനുഷ്യർ, കുറവില്ലാത്തവനെ കാണാൻ വരുന്ന സ്ഥലമാണ്. പരിമിതരുള്ളവൻ അപരിമിതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്ന ആ സാന്നിധ്യബോധത്തിലാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറി കിട്ടണ്ടേ. അങ്ങനെ വേണം കാണാൻ. അപ്പോൾ നമ്മളെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകാൻ ഒത്തിരി തന്ത്രം ചില ആളുകളെ പഠിക്കണം. ഇപ്പോൾ ഈ റാസയും ചെണ്ടകൊട്ടും കഴന്നെടുപ്പും ഒക്കെ അറിയാതൊരാവേശം വന്നു പോകുന്ന ആൾക്കാരില്ലേ? ആ പേടി, ആ വരവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ചില ആളെ നമ്മൾ തന്നെ പറയല്ലേ, ഇതായിരുന്നു ഞങ്ങളുടെ ഇടവക. ആയിരുന്നു പോലെ വാസ്തവത്തിലല്ല, ഇതാ ഞങ്ങളുടെ ഇടവക എന്നാണ്. ഇങ്ങനെ പറഞ്ഞവരുണ്ട്. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചാൽ രസകരമായ ചില പ്രയോഗങ്ങളുണ്ട്. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ യഹൂദന്മാരെ ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. ഈ പറയുന്ന ആളാരായിരുന്നു? പുള്ളിയുടെ ചേട്ടനും വേണ്ടപ്പെട്ടവരൊക്കെ വളഞ്ഞ കാര്യം പുള്ളി പറഞ്ഞ എങ്ങനെ വിട്ടെന്നതാണ്. പള്ളിയുടെ എഫക്റ്റേ മനസ്സിലായില്ല, പാരമ്പര്യത്തിൻ്റെ എഫക്റ്റേ. അതിനെ പാടെ തള്ളിയിട്ട് നസ്രായനൊപ്പം ക്രൂശ് വരെ സകലതും തിരിച്ചുപോയ യോഹന്നാൻ്റെ ഇപ്പ് കണ്ടപ്പോഴേ ദൈവം മനസ്സിലാക്കി, ഇവിടെ അന്തസ്സോടെ നീ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നു. എനിക്ക് വേറിട്ടൊരു ദർശനം ഞാൻ വെച്ചിട്ടുണ്ട് പത്മോസിൽ. ക്രൂശ് കണ്ടവന് മഹത്വം കാണാൻ ഒരു കാലഘട്ടം വെച്ചിട്ടുണ്ട്. ചോര പടിക്കുന്ന കാഴ്ച നീ എൻ്റെ കയ്യിൽ കണ്ടെങ്കിൽ, വിലാപ്പുറം കുത്തിത്തുളയ്ക്കുന്ന കണ്ടെങ്കിൽ, തേജോമയനായി വസ്ത്രാലങ്കൃതനായി ഞാൻ നിൽക്കുന്ന കാഴ്ചയും നിനക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ വാഗ്ദത്വമൊന്നും കളയല്ലേ. യേശുവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിൻ്റെ കൂടെ നടക്കണം, ആ നെഞ്ചോട് ചേർന്ന് കിടക്കണം. അങ്ങനെ വിട്ടുകൊടുക്കാത്ത ഒരു നിലപാട് അച്ഛനാൻ്റെ അല്ലേ. അപ്പോൾ ഇതിനകത്തെ വിഷയത്രേ ഉള്ളൂ.
ദാവീദിൻ്റെ കാലം കഴിഞ്ഞു, ശലോമോൻ്റെ കാലം വന്നു. ദാവീദ് ഒരു പ്രശ്നങ്ങളെ പരിഹരിച്ചത് ആത്മീയമായിട്ടാണ്. ദൈവം കൊടുക്കുന്ന ഒരു നടത്തിപ്പനുസരിച്ചാണ്. ഒരു ഉറപ്പാണ്, നമ്മുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് എപ്പോഴും ഓർക്കണം, മനുഷ്യർക്കെല്ലാം ഒരു കുശാഗ്ര ബുദ്ധിയുണ്ട്. പ്രാർത്ഥിച്ച് അതിനെ ജയിക്കുന്നില്ലെങ്കിൽ അത് ആദ്യമൊക്കെ കുറേ ഗുണം ചെയ്യുമെങ്കിലും ആത്യന്തികമായി ദോഷമാണ്. കുടുംബ വിഷയം പരിഹരിച്ചാലും സഭയുടെ വിഷയം പരിഹരിച്ചാലും മനഃശാസ്ത്രപരമായി നമ്മുടെ ആ നീക്കം ആദ്യ റൗണ്ടിൽ ജയിക്കും, പക്ഷെ ലാസ്റ്റ് തോക്കും, നമ്മുടെ തട്ടടി കിട്ടും. അപ്പോഴേ പ്രാർത്ഥിക്കേണ്ടത്. കൊച്ചു കുട്ടികൾക്ക് മുതലേ ഈ കുശാഗ്ര ബുദ്ധി വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും, പ്രോത്സാഹിപ്പിക്കരുത്. മനസ്സിലായില്ല? എൻ്റെ മോള് തീരെ കുഞ്ഞായിരിക്കുമ്പം 2 വയസ്സ് 3 വയസ്സുള്ളൂ. അപ്പോൾ ഈ കളിക്കുന്ന ഒരു മൊബൈൽ ഞാൻ മേടിച്ചു കൊടുത്തു. ചുമ്മാ ഇങ്ങനെ അതുകൊണ്ടൊക്കെ കേൾക്കും. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു ആൻറ്റി ഇത് നോക്കി ചോദിച്ചു, കുഞ്ഞേ ആൻറ്റി തരുമോ മൊബൈലെന്ന്? ഇവള് പറയാ റേഞ്ച് ഇല്ലെന്ന്. കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ പറഞ്ഞേ? അത് കുശാഗ്ര ബുദ്ധിയാണ്. നമ്മളത് കേട്ട് ചിരിച്ച് സന്തോഷിച്ചാൽ ഇതാണ് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള വഴിയിൽ ക്രമേണ പഠിച്ച് സ്ട്രെയിറ്റായിട്ട് പോകാൻ പറ്റാവരും. അതിന് കറക്റ്റ് ആ ഓപ്പറേഷൻ നമ്മളെ വിട്ടുകൊടുത്താൽ സത്യസന്ധത നഷ്ടപ്പെട്ടിട്ട് ഈ വഴിയിലേക്ക് വരും, നമ്മളെ കൊള്ളാതെ വരും. നമ്മളെല്ലാം കാര്യമാണ് പറഞ്ഞു. മനസ്സിലായല്ലോ? അത് ജയിക്കുകയും ചെയ്യും. നമ്മുടെ മുമ്പിൽ ചെക്കിങ്ങിന് നിൽക്കുകയാണ് പോലീസുകാരൻ. ദൈവമക്കളെ കണ്ട് അവരൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് വരുമ്പോൾ മിക്കവാറും രാത്രിക്കുള്ള സഞ്ചാരമല്ലേ, പോലീസ് പിടിക്കും. എവിടെ പോയി അവരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതിനൊരു നുണയാണ് പറയുന്നെങ്കിൽ അത് ജയിക്കുകയും ചെയ്തെങ്കിൽ വീണ്ടും ഇത് പറയാനുള്ള ത്വര വന്നിട്ട് എൻ്റെ ജയങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ ആത്മാഭിമാനം കൊള്ളുകയും അവസാനം അത് കുരുക്കാവും. മനസ്സിലാവുന്ന പറഞ്ഞേ? അപ്പോൾ നമുക്കിത് തിരുത്തണമെന്നേ. അതൊരു ബന്ധനമാണ്. എൻ്റെ ആ കഴിവുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ള ഒരഹന്ത നമ്മളെ ഭരിച്ചിട്ടേ സ്തോത്രം, അതെല്ലാം വിടാൻ നമുക്ക് കുഞ്ഞു കളയണം. അപ്പോൾ ചോളവൻ്റെ കാലം വന്നപ്പോൾ തകർന്നെങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അയാൾ വലിയ ബുദ്ധിമാനൊക്കെയാണ്, പക്ഷെ ഇത്രയും പരാജയപ്പെട്ട ഒരു രാജാവില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ കണ്ട ബുദ്ധി നല്ലതായിരുന്നു ഒരു ഘട്ടം. നമ്മൾ അല്ലെങ്കിൽ സോളമൻ ബുദ്ധി എന്ന് സങ്കല്പിച്ച ആ ബുദ്ധിയുടെ എഫക്റ്റ് കൊണ്ട് ഒത്തിരി കാര്യം പരിഹരിച്ചു. നല്ലതാണ്. ബുദ്ധി ദൈവികമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിയേറ്റീവായിട്ടത് ഉപയോഗിച്ചാൽ കാര്യക്ഷമതയോടെ അത് പ്രയോജനപ്പെടണം, ഗുണപരമായി പ്രയോജനപ്പെടണം. സോളമൻ പരാജയപ്പെട്ടു. അവൻ്റെ കാലം എത്തുമ്പം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഈ വലിയ മിടുക്കന്മാർ ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഈ പഞ്ചായത്തിലൊക്കെ നിങ്ങളൊരു വക്കീലിനെ ജയിപ്പിച്ച വലിയ പാടാണ്. ഒരു വഴി പോലും ഓൻ വിട്ടുകയില്ല. അവൻ പറയാം അത് സിവിൽ നിയമം ഇങ്ങനെയാണ്, CRPC ഇത് ഇങ്ങനെ എഴുതിയിരിക്കും. വിദ്യാഭ്യാസം ഇല്ലാതെ വഴി വെട്ടറ ആദ്യം എന്ന് പറയും, മനുഷ്യൻ കയറി പോട്ടെന്ന് പറയും. കാരണം അവൻ പണി അറിയത്തില്ല. അതാ പിടികിട്ടിയോ? ഈ മർമാണിയുടെ കുഴപ്പം അവൻ എണ്ണ വിളിക്കാൻ പറ്റിയല്ല. ഒത്തിരി മർമ്മം പഠിച്ചു വന്നാൽ കൊച്ചിനെ അടുത്ത് വിളിച്ചൊന്നുമില്ല, ആളിക്കാനൊക്കത്തില്ല ഈ കുഞ്ഞിനെ എടുത്ത്. കാരണം തോന്നുന്നില്ല എന്താ കൊച്ചി എത്തുവോ, അതാ കുഴപ്പം. കുഞ്ഞിനോട് എടുത്തിട്ടെ കുറച്ചു നേരം അതിൽ ആളിക്കാവുന്നിടത്ത് കൈ വെച്ച അവൻ തൊടുന്നതെല്ലാം മർമ്മമാണ്. ഇതാ സോളമന് വെച്ചേ ജ്ഞാനിയാ. ഈ രാജ്യത്തെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ ദൈവം കൃപ കൊടുത്താ. എത്ര കരുത്തരായ രാജാവല്ലേ. അതിനോട് കൂടെ ദൈവകൃപ ഇല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. മഹാകാലമായപ്പോൾ രാജ്യം 2 കഷ്ണമായി. അതിലൊരു പറ്റ ആളുകൾ ഇസ്രയേൽ എന്നും അറിയപ്പെട്ടു, ഒരു പറ്റ ആളുകൾ യഹൂദ എന്നും അറിയപ്പെട്ടു. യഹൂദ തെക്കേ രാജ്യവും ഇസ്രയേൽ വടക്കേ രാജ്യവും. 10 ഗോത്രം ഒന്നിച്ച് 2 ഗോത്രം അപ്പുറത്ത്. ഇതുവരെയുള്ളത് കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പോൾ പിരിയുമ്പോൾ ഒരു കാര്യമില്ല. വിഭജിച്ച് നിന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. വിഭജിച്ച് നിന്നാൽ നമ്മൾ തോന്നും, സംശയം വേണ്ട. ഐക്യത പോലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രാർത്ഥന നടക്കില്ലെന്ന്. ഐക്യതയില്ലാതെ പ്രാർത്ഥിക്കുമ്പോഴേ തോറ്റു. നമുക്ക് ഐക്യതപ്പെടണം. ഇസ്രയേൽ 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. 2ആയിട്ട് വിഭജിക്കപ്പെട്ട ഇസ്രയേലിൻ്റെ ഒരു കഷണം, ആ വലിയ കഷണമില്ലേ 10 പേരടങ്ങുന്ന ഗോത്രം, ആ സിറിയ പിടിച്ചുകൊണ്ടുപോയി. അടുത്ത 2 ഗോത്രത്തെ അവരെ ബാബിലോണിലും പിടിച്ചുകൊണ്ടുപോയി. ബാബിലോണിൽ പിടിച്ചുകൊണ്ട് പോയ വഴിക്ക് തല്ലി ചാട്ടവാറിന്
പീഡിപ്പിച്ചു കൊണ്ടുപോയ വഴി ബെന്യാമിൻ്റെ അതിരിങ്കലെ സേൽസഹിൽ റാഹേലിൻ്റെ കല്ലറയുടെ മുന്നിൽ കൂടിയാണ്. ഈ രംഗം കണ്ടിട്ട് യിരെമ്യാവ് എഴുതുക, റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. യിരെമ്യാവ് ഇത് പറയുമ്പോൾ റാഹേൽ ജീവിച്ചിരിപ്പില്ല. കാരണം എന്താണെന്ന് അറിയണ്ടേ, ഇന്ന് റാഹേൽ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ കരച്ചിലില്ലേ മക്കളില്ലെന്നുള്ളേ. ഇന്നിപ്പോൾ ഇതേ മക്കൾ യാമം ധരിച്ച് ചാട്ടക്കടി വാങ്ങി അടിമകളായി നായെപ്പോലെ വലിച്ചിഴച്ചു ഒരു. അപ്പോൾ എവിടെയാ അപ്പൻ ഒറ്റയ്ക്ക് ജയമെടുത്തു വന്ന 10 രാജാക്കന്മാരെ തോൽപ്പിച്ച മണ്ണിലൂടെ പരാജിതരായിട്ട് പോകാറുടെ. ഓക്കെ, അതാ നമ്മൾ കണ്ടത്. ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ. ഇത്രയും വ്യക്തത വന്നോ? അവർ ബാബിലോൺ എത്തി. അതാ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും ദാനിയേലും അടങ്ങുന്ന ഒരു പ്രാർത്ഥനാ സംഘമാണ് അതിനെ മുഴുവൻ അട്ടിമറിച്ചത്. ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് വേണ്ട കാര്യം, ഏത് പരാജയത്തിൻ്റെ നടുവിലും സാത്താൻ അയക്കുന്ന സ്ഫോടനാത്മകമായ ആയുധം നമ്മുടെ കയ്യിലുള്ളത്തോളം കാലം പരാജയം വരണമെന്നേ. ഒരു പരാജയം വന്ന് സമ്മതിച്ചു എന്നിവിടെ കിടക്കൂല. അവർ നിശ്ചയിച്ചൊരു കാര്യമുണ്ട്. സ്തോത്രം. ഇവരെ ചിന്തയും ബുദ്ധിയും എല്ലാം മരവിപ്പിച്ച് ഇവരുടെ കലയും നൈപുണ്യങ്ങളും എല്ലാം പഠിപ്പിച്ച് ഈ രാജ്യത്തിന് അവരെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷേ ഈ അമിത പരിഗണനകൾ സ്വീകരിക്കാതെ ഭക്തൻ യെരുസലേമിൻ്റെ കിളിവാതിൽ തുറന്നിടും. അവിടേക്ക് നോക്കിയിട്ട് പറയും, പ്രാർത്ഥിക്കും, യെരുസലേമേ, നിന്നെ മറക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ വലങ്കരം മറന്നു പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളോടാണ് ഇതൊരു. നിങ്ങളൊക്കെ വളർന്ന നിങ്ങളുടെ അടിസ്ഥാനം കേരളമാണ്. ലോകത്തോടെ പോകുമ്പോഴും ഈ സഭ, ഇവിടെയുള്ള ദൈവമക്കൾ, ഈ നാടും അത് തന്ന ഓർമ്മ മറക്കാതിരിക്കണം. സ്തോത്രം. സ്തോത്രം. നമ്മുടെ പൂർവികർ ചെയ്യേണ്ടതൊക്കെ ഇവിടെ ചെയ്തു. അവരുണ്ടാക്കിയ കഷ്ടപ്പാടിൽ പടുത്തുയർത്തിയ അവരുടെ ത്യാഗത്തിലാണ് നമ്മൾ പാദമൂന്നി നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ വരും കാലഘട്ടത്തിൽ ഉണ്ടാകണം. നാടൊക്കെ വിട്ടുപോക്കോ, അത് ദൈവത്തിൻ്റെ വഴിയാണ്. പഴയ പോലല്ലല്ലോ, ലോകം ഏറ്റവും അടുത്തു. രാവിലെ ഇങ്ങ് വരണേ വരാം, കാലമൊക്കെ മാറി. പക്ഷേ യെരുസലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് വെട്ടിയെടുത്ത പാറയിലേക്ക്, കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്ക് ഇടയ്ക്ക് നോക്കുമ്പോഴാ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഭാവിയിൽ ഞാൻ ആരാകുമെന്ന പോലെ പ്രധാനമാ ഇന്നലെ ഞാൻ ആരായിരുന്നു. വന്ന വഴികളെ മറക്കുന്ന മനുഷ്യന് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ആ ജയം നിരർത്ഥകമാണ്. ഇവിടെ കിട്ടിയ സുഖസൗകര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് ഭക്തൻ യെരുസലേമിനെ നോക്കി പറയും, അല്ല യെരുസലേമേ, നിന്നെ മറക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ വലങ്കരം മറന്നു പോകട്ടെ. തിരിച്ച് ബാബിലോണിനെ നോക്കി പറയും, നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്യുന്ന പോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ചുരുക്കത്തിൽ ഇവിടെ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ നിർത്താം. ബാബിലോൺ എന്ന ഭീകരമായ അനാത്മികമായ ആ നഗരവും നാടും ഇസ്രായേൽ മക്കൾക്ക് ഒരുക്കി വെച്ച ചക്കിണിയും കുരുക്കും തീക്കുളയും സിംഹക്കുഴിയും ഒന്നും അവരെ പരാജയപ്പെടുത്തിയില്ല. അതെല്ലാം അവരെ കരുത്തരാക്കി. ലോകത്ത് ഇസ്രായേൽ മക്കൾക്കെതിരെ ആരെല്ലാം കെണിയൊരുക്കിയോ അതെല്ലാം അവരെ ശക്തരാക്കി മാറ്റുകയായിരുന്നു. അവർക്ക് പുത്തൻ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുകയായിരുന്നു. ഒരു രാജാവ് വന്ന് രാഷ്ട്രം ഇടിച്ചു നിരത്തും, മറ്റൊരുവനത് പണിത് കൊടുക്കും. ഒരു രാജാവ് ആലയം തകർക്കും, കൊള്ളയടിക്കും, മറ്റൊരുവനെ ദൈവം ഉപയോഗിച്ച് ഈ കരുത്തോടെ അത് നിർമ്മിച്ചെടുക്കാൻ കൃപ കൊടുക്കും. ഇത്തരം സംഭവങ്ങൾ പ്രവചനാടിസ്ഥാനത്തിൽ നമുക്ക് നാളെ വിശകലനം ചെയ്യാം. ഒന്നുറപ്പാക്കി പോകണം. ഇന്ന് വചനം കേൾക്കുന്ന നമുക്ക് ഈ പുസ്തകം പറഞ്ഞ വാഗ്ദത്തങ്ങളെ അവകാശമാക്കി ജയമെടുത്തു പോകണം. ചെറിയ നിരാശയോ ഭാരമോ ദുഃഖമോ വേദനകളോ അലതല്ലുന്ന ഹൃദയത്തോടാ ഇന്ന് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കെല്ലാം ഇവിടെ വെച്ച് മറക്കാം. നമ്മുടെ ദൈവം വലിയവനാണ്. അവൻ നമ്മെ അയക്കേണ്ട ഇടത്ത് അയക്കുന്ന ദൈവമാണ്. വാഗ്ദത്തങ്ങൾ സുചിന്തിതമായി നമ്മുടെ മക്കൾ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. ഓൺലൈനിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിചാരിതമായിട്ടായിരിക്കാം നിങ്ങൾ കേൾക്കുന്നേ. പക്ഷേ ഈ പുസ്തകം ഇത് കാലത്തെ വെല്ലുവിളിച്ച, ഉഗ്രപ്രതാപികളെ മുട്ടുകുത്തിച്ച, ബാബിലോണിയ ശക്തികളെ മുഴുവൻ തരിപ്പണമാക്കി ജയഭേരി മുഴക്കിയ അത്യുന്നതൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. നമുക്കതിന് വില കൊടുക്കാം.
അതിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാം, ധൈര്യത്തോടെ ശക്തിയോടെ മുന്നോട്ട് പോകാൻ തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.